ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷ ഏകദേശം അടുത്തു കഴിഞ്ഞു. ടോപ്പിക്കൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അതിലൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സംസാരിക്കും. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു റിവിഷനാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ടതില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാം. വളരെ കോൺഫിഡൻസോട് കൂടി വേണം നമ്മുടെ എക്സാമിനേഷന് പോകാൻ. അപ്പോൾ ഇത് പ്യുവർലി ബോർഡ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നീറ്റോ ജെയോ അല്ല, ഇത് ബോർഡ് എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ്. യെസ്, നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ NCERT നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റി, അപ്പൊ ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ കണ്ടെത്താൻ പോവാണ്. അപ്പോ എന്താണ് ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ ഉണ്ട്. ആ ക്യൂ വെറുതെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. മറിച്ച് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ നോക്കൂ, ഒരു സെർട്ടൺ വെലോസിറ്റി വിയില് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് ലോറൻസ് ആണ്. ഈ ഫോഴ്സിന്റെ പേര് ലോറൻസ് ഫോഴ്സ് എന്നല്ല കേട്ടോ. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതല്ല. ഇതിനെ നമ്മൾ പർട്ടിക്കുലർലി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോ വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ ഈസ് മൂവിങ് ഈസ് ഇമ്പോർട്ടന്റ്. മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ് ഇല്ല. ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വിച്ച് ഈസ് ഗിവൺ ബൈ F is equal to QVB sin theta. ഇതാണ് ഇക്വേഷൻ. F is equal to QVB sin theta. മാത്രമല്ല ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ഇക്വേഷനെ നമുക്കൊരു വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെ? അപ്പോൾ വെക്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ F is equal to Q into V cross B. ഓക്കെ, ഇതാണ് പലപ്പോഴും നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മക്കളെ. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ടോ? അവിടെ ഫോഴ്സ് ഇല്ല. കാരണം അപ്പോൾ V എന്തായിരിക്കും? V0 ആയിരിക്കും. V0 ആയി കഴിഞ്ഞാൽ F will be 0. അപ്പൊ നോ ഫോഴ്സ്. അപ്പോൾ എ സ്റ്റേഷനറി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, the magnetic force is 0 or no force will be experienced by a stationary charged particle in a magnetic field. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ചു എന്ന് കരുതിയിട്ട് അതിന്റെ മുകളിൽ എന്തുണ്ടാവണമെന്നില്ല? ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. മൂവ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ഉണ്ടാകൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇത് വളരെ എളുപ്പമാണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ പൊതുവെ നമ്മൾ കാണാറില്ല. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. നോക്കൂ, ഇവിടെ ആരാ? തീറ്റ എന്ന് പറഞ്ഞാൽ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്കും വെലോസിറ്റി ഓഫ് ദ ചാർജഡ് പാർട്ടിക്കിൾ അവർക്കിടയിലുള്ള ആംഗിളിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തീറ്റ എന്ന് വിളിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്കറിയാം. Q ചാർജ് ആണ്, V വെലോസിറ്റി ആണ്, B എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. നമുക്ക് ഇലക്ട്രിക് ചാർജസ് മൂവിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് while there is no such force on static charges. അപ്പോൾ റെസ്റ്റിലുള്ള ചാർജിന്റെ മുകളിൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? ഇവിടെ മൂവിംഗ് ചാർജിന്റെ മുകളിൽ ഫോഴ്സ് ഉള്ളൂ, സ്റ്റാറ്റിക് ചാർജിന്റെ മുകളിൽ ഫോഴ്സ് ഇല്ല. ഇത് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്താരാണ്? ലോറൻസ് ആണ്. ഓക്കെ, അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. F is equal to Q into QVB sin theta. ഓർ വെക്റ്റർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ F is equal to ഈ Q into V cross B എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം. റെഡി അല്ലേ? അപ്പൊ തീറ്റ ആരാ എന്നുള്ളതൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇതിലെ ഡിഫറെന്റ് കേസസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, V0 ആവാം. പലപ്പോഴും നമ്മൾ ചാർജഡ് പാർട്ടിക്കിൾ ഫീൽഡിൽ വെച്ച ഫോഴ്സ് ഉണ്ടാവുന്ന അറിയാതെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർ മനസ്സിലാക്കുക, ചാർജഡ് പാർട്ടിക്കിൾ ഫീൽഡിൽ റെസ്റ്റിലാണെങ്കിൽ അവിടെ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് 0. കാരണം F is equal to QVB sin theta എന്നാണ്. V0 ആയി കഴിഞ്ഞാൽ F0. അപ്പൊ എഗെയിൻ ഞാൻ അത് ഒന്നും കൂടെ അണ്ടർലൈൻ ചെയ്ത് പറയാൻ നോക്കൂ. എ സ്റ്റേഷനറി ചാർജ് പാർട്ടിക്കിൾ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ആ ഫീൽഡ് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യില്ല. ആരുടെ മുകളിൽ? സ്റ്റേഷനറി ചാർജിന് മുകളിൽ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കൂ, കേസ് 2, തീറ്റ 0 or 180 ഡിഗ്രി ആവുക എന്ന് വെച്ചാൽ നോക്കൂ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാന്ന് വിചാരിക്കുക. അതേ ഡിറക്ഷനിൽ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അതിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ എൻ്റർ ചെയ്യാം.
അപ്പൊ സെയിം ഡിറക്ഷനിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇത് തീറ്റ 0 ആണ്, ഇവിടെ തീറ്റ എന്താ, ഇത് തീറ്റ 180 ഡിഗ്രി ആണ്. രണ്ടാണെങ്കിലും നിങ്ങൾക്കറിയാം സൈൻ 0യും സൈൻ 180യും ഒക്കെ എന്താണ്, 0 ആണ്. സൈൻ തീറ്റയും സൈൻ 180 ഒക്കെ 0 ആണ്. അപ്പൊ അതുകൊണ്ട് നോക്കൂ, സൈൻ 0യും 180 ഒക്കെ 0 ആണ്. അതുകൊണ്ട് F is equal to 0. F is equal to 0. ഫോഴ്സ് 0 ആയിരിക്കും. ബിക്കോസ് സൈൻ 0 ഈക്വൽ ടു സൈൻ 180 ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി, ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിലും അവിടെ ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് വച്ചു എന്നതുകൊണ്ട് ഫോഴ്സ് ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിലും ഫോഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലോ ആന്റി പാരലലോ ആണെങ്കിൽ യു കനോട്ട് എക്സ്പെക്ട് എനി മാഗ്നറ്റിക് ഫോഴ്സ്. അവിടെ നിങ്ങൾക്ക് അത്തരം ഒരു ഫോഴ്സിനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഓർ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകേണ്ട ഓരോ പോയിന്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത കേസ് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത കേസ് 3, തീറ്റ 90 ആവുക. തീറ്റ 90 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത എഫ് ഇസിക്കൽ ക്യൂ വി ബി സൈൻ 90 ആണ്. സൈൻ 90 നമ്മൾ പഠിച്ചാണ്, സൈൻ 90 1 ആണ്. സൈനിന്റെ മാക്സിമം വാല്യൂ ആണ് 1. അപ്പൊ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ക്യൂ വി ബി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദിസ് ഈസ് ദ മാക്സിമം എക്സ്പെക്ടഡ് ഫോഴ്സ്. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി. അപ്പൊ ചാർജഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ചാർജഡ് പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പരമാവധി ഫോഴ്സ് എപ്പോഴുണ്ടാവുക, പാർട്ടിക്കിൾ ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത്. അത് എത്രയാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യൂ വി ബി. ദിസ് ഈസ് ദ മാക്സിമം ഫോഴ്സ്. റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറയാൻ ശ്രദ്ധിക്കട്ടോ. മുമ്പ് CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നു ചാർജഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കാണ് വിത്ത് സർട്ടൺ വെലോസിറ്റിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറയാം ഐഡന്റിഫൈ 2 pairs ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ് ചോദ്യം. ഐഡന്റിഫൈ 2 pairs ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഏതായിരിക്കും? എപ്പോഴും പെർപെൻഡിക്കുലർ ആവുന്ന 2 ക്വാണ്ടിറ്റീസ്, 2 pairs ഓഫ്, 2 ക്വാണ്ടിറ്റി അല്ലേ, 2 pairs ഓഫ് ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നല്ലേ? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. നിങ്ങൾ എ ക്രോസ് ബിയെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? എ ക്രോസ് ബിന്റെ പ്രത്യേകത എന്താ? എ ക്രോസ് ബി ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എ ക്രോസ് ബി, സപ്പോസ് എ ക്രോസ് ബി എന്ന് പറയുന്നത് സി ആണെന്ന് വിചാരിക്കും, വെക്ടർ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിന്റെ പ്രത്യേകത എന്താ? സി ഈസ് പെർപെൻഡിക്കുലർ ടു എ, സി ഈസ് ആൾസോ പെർപെൻഡിക്കുലർ ടു ബി. മനസ്സിലായോ? ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്താ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ? ഗിവ് 2 pairs ഓഫ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഏത് കേസിലാണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് certain velocity in a magnetic field. മക്കളെ, അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. കാരണം എന്താ? ഈ വെക്ടർ എഫിന്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഡിറക്ഷനാ? വി ക്രോസ് ബിയുടെ ഡിറക്ഷനാണ്. ശരിയല്ലേ? അപ്പൊ ഏതാ 2 ക്വാണ്ടിറ്റി? അപ്പൊ ചിലർ പറയും വിയും ബിയും ആണ്. അയ്യേ, നോ 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 നോ. അതെങ്ങനെ? മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ വിക്ക് പോവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് അതേ ഡിറക്ഷനിൽ പോയാൽ 0 ആയിരിക്കും കേട്ടോ. സോറി, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവണം എന്താ നിർബന്ധം? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പൊ അതല്ല, പിന്നെ ഏതാണ്? യെസ്, എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു വി ആണ്, എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു ബി ആണ്. അപ്പൊ ഏതൊക്കെയാണ് 2 pairs ഓഫ് ക്വാണ്ടിറ്റീസ്? ഒന്ന് എഫ് ആൻഡ് വി. എഫ് ആൻഡ് വി ആർ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇതാണ് ഒരു പെയർ. അടുത്ത പെയർ ഏതാ? എഫ് ആൻഡ് ബി. എഫ് ആൻഡ് ബി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഫോഴ്സും അതെപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സും അതുപോലെ വെലോസിറ്റിയും അതും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതത്ര പ്രശ്നമുള്ള കാര്യമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നോക്കൂ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സത്യത്തിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷൻ പോലെ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ.
അപ്പോൾ ഈ ഫോഴ്സിന്റെ ഡിറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആലോചിക്കാം, നോക്കൂ, ഈ ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം വി ക്രോസ് ബിന്റെ ഡിറക്ഷൻ ആണ്. പിന്നെ വി ക്രോസ് ബിന്റെ ഡിറക്ഷൻ കണ്ടെത്തൽ എങ്ങനെയെന്ന് അത് മക്കൾക്ക് അറിയാം അല്ലേ? അത് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. അത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചില്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സപ്പോസ് നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ശരിക്കും ഇതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ദെൻ വെലോസിറ്റി ഈ ഡിറക്ഷനിലുമാണ് എന്ന് വിചാരിച്ചോളൂ. വെലോസിറ്റി ഈ ഡിറക്ഷനിലാണ്, സപ്പോസ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ വി ക്രോസ് ബി എന്ന് പറയുന്നത് ഇതാണ്. വി ക്രോസ് ബി അത് തീറ്റ, വി ക്രോസ് ബി. ആ വി ക്രോസ് ബി നമ്മൾ പറഞ്ഞില്ല, നമ്മൾ തീറ്റയാണ് ഇപ്പം മാർക്ക് ചെയ്ത്. വി ക്രോസ് ബിന്റെ ഡിറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം നോക്കൂ, വിയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്യുക, ഫിംഗേഴ്സ് കേൾ ചെയ്യുക. കേൾ യുവർ ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഫ്രം വി ടു ബി, വിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞത് നോക്കണ്ട, നിങ്ങളത് നോക്കൂ, കേൾ ചെയ്ത് നോക്ക്. വിയിൽ നിന്ന് നോക്കൂ, വലത് കൈയുടെ ഫിംഗേഴ്സ് നിങ്ങൾ ഇങ്ങനെ കേൾ ചെയ്ത് നോക്ക്. അപ്പൊ എങ്ങോട്ടുള്ളത്? തമ്പ് എങ്ങോട്ടാണ് ഡിറക്ട് ചെയ്തിരിക്കുന്നത്? തമ്പ് ഈസ് ഡിറക്റ്റഡ് പെർപെൻഡിക്കുലർലി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ അല്ലേ? യെസ്. അപ്പൊ ഈ ഇതാ ആണ്. അപ്പൊ വി ക്രോസ് ബിയുടെ ഡിറക്ഷൻ നിങ്ങൾക്ക് ഇവിടെ പറയാം. വി ക്രോസ് ബി എന്താണ്? പെർപെൻഡിക്കുലർലി ഇൻവേർഡ് ആണ്. ഈ കേസിൽ പെർപെൻഡിക്കുലർലി ഇൻവേർഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണത്? സ്ട്രെച്ച് ദ തമ്പ് ആൻഡ് ദ ഫസ്റ്റ് 2 ഫിംഗേഴ്സ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. ഇതങ്ങനെയല്ല. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക് ഫീൽഡും വിയും ഒക്കെ ഏത് ആംഗിളിലാണെങ്കിലും യു ക്യാൻ അപ്ലൈ ദിസ്. എന്നാൽ ഇത് നോക്കൂ, എങ്ങനെ പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡിന്റെ ഫസ്റ്റ് 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, 4 അതാണ് ഇവിടെ ഞാൻ എഫ് ഇട്ട്. 4 ഫിംഗർ റെപ്രസെന്റ്സ് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ പിടിക്കുക. ദെൻ സെൻട്രൽ ഫിംഗർ. അപ്പൊ നോക്കൂ, സെൻട്രൽ ഫിംഗർ നോക്കൂ, സെൻട്രൽ കറന്റിന്റെ ഡിറക്ഷൻ. ഇവിടെ കറന്റ് അല്ല, ഇവിടെ ചാർജ് ആണ്. അപ്പൊ ചാർജ് എങ്ങോട്ടാണോ, ചാർജിന്റെ വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ട് നോക്കൂ സെൻട്രൽ ഫിംഗർ. ശരിക്കും പോസിറ്റീവ് ചാർജിന്റെ വെലോസിറ്റി. ഓക്കെ, റെഡി. ദെൻ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. അവിടുത്തെ ഫോഴ്സിന്റെ ഡിറക്ഷൻ അപ്പൊ നിങ്ങൾക്ക് തരിക ഈ സ്ട്രെച്ച്ഡ് തമ്പ് ആയിരിക്കും. ഇത്ര ഉണ്ടോ അത്? അപ്പോ അത് പക്ഷെ എന്തായിരിക്കണം? ഇവിടെ രണ്ടും പെർപെൻഡിക്കുലർ ആവുന്ന കേസിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നോക്കൂ, സ്ട്രെച്ച് ദ thumb and the first 2 fingers of the left hand in mutually perpendicular directions. The 4 finger points in the direction of the field. Central central finger current എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? വെലോസിറ്റി. കാരണം പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡിറക്ഷനിലാണ് കറണ്ട് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവിടെ പോസിറ്റീവ് ചാർജിന്റെ വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ട് നിങ്ങൾ സെൻട്രൽ ഫിംഗർ പിടിക്കുക. ദെൻ തമ്പ്, അപ്പൊ മോഷന്റെ ഡിറക്ഷൻ. മോഷൻ എന്താ എങ്ങോട്ടുണ്ടാവുക? ഫോഴ്സിന്റെ ഡിറക്ഷനിൽ. അപ്പോ തമ്പ് റെപ്രസെന്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. യെസ്, ദിസ് ഈസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഓടിച്ച് നിങ്ങളൊന്ന് റിമൈൻഡഡ് ആക്കി എന്ന് മാത്രം കേട്ടോ മക്കളെ. വാ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ നോക്കൂ, ഇതിൽ നിന്നാണ് നമ്മളത് കണ്ടെത്തുക. അതെങ്ങനെ? വി നോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു QVB sin θ. ഓക്കെ, അപ്പൊ നമുക്ക് ബീനെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ഭയങ്കര സിമ്പിൾ കാര്യം. ബീനെ അവിടെ നിർത്തുക, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇനി നോക്കൂ, യൂണിറ്റ് കൊടുക്ക്. എന്താ എഫിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ. ഡിവൈഡഡ് ബൈ ചാർജിന്റെ എന്താ? കൂളോംബ്. വെലോസിറ്റി എന്താ? കൂളോംബ് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് മേലേക്ക് പോയി. സൈൻ തീറ്റക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാരാ? ഇത് ന്യൂട്ടൺ കൂളോംബ് ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ്. റെഡി അല്ലേ? മാത്രല്ല മക്കൾ നോക്കൂ, കൂളോംബ് പെർ സെക്കൻഡ്. ഇവിടെ സെക്കൻഡ് പെർ കൂളോംബ് എന്നാണുള്ളത്. പക്ഷെ കൂളോംബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു എഴുതാം? ദിസ് ഈസ് ന്യൂട്ടൺ ആംപിയർ ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്നും നിങ്ങൾക്ക് ഇതിന് എഴുതാം. എന്താ കാരണം? എന്താണ് കാരണം? 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളോംബ് ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊക്കെ ഇങ്ങനെ പേരിട്ട് വിളിക്കൽ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് നോക്കൂ, ഈസി ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ടെസ്ല എന്ന് വിളിക്കാം.
ടെസ്ല. ടെസ്ല. അപ്പൊ നോർമലി നമ്മൾ കാരണം നമുക്ക് ന്യൂട്ടൺ പെർ കൂളോംബ് പെർ മീറ്റർ സെക്കൻഡ് എന്നൊക്കെ വിളിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ ഓമന പേരിട്ടാണ് ടെസ്ല. അപ്പൊ ആരുടെ ടെസ്ല? അപ്പൊ നമുക്ക് 1 ടെസ്ല ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 1 ന്യൂട്ടൺ ആംപിയർ ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ ന്യൂട്ടൺ C⁻⁻1 M⁻⁻1 സെക്കൻഡ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ കൂളോംബ് ആണ് SI യൂണിറ്റ്. മനസ്സിലായല്ലോ? അല്ല സോറി, ടെസ്ലയാണ് എന്ത് SI യൂണിറ്റ്. അപ്പൊ SI യൂണിറ്റ് ഇതാണ് നമ്മുടെ SI യൂണിറ്റ്. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡയമെൻഷനും കണ്ടെത്താം. ഇതേ മെത്തേഡിൽ നമുക്ക് ഡയമെൻഷൻ കണ്ടെത്താം. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ML T⁻², ഡിവൈഡഡ് ബൈ ചാർജ് എന്താടാ? ചാർജ് AT അല്ലെങ്കിൽ IT. അറിയാം നിങ്ങൾക്ക് IT. Then velocity LT⁻⁻1. അപ്പൊ എന്താ കിട്ടുക? അപ്പൊ നമുക്ക് L കട്ട് ചെയ്തു, ബാക്കി T ഇവിടെ കട്ട് ചെയ്തു, ബാക്കി ആരാടുള്ളത്? MA⁻⁻1 T⁻⁻2 MA⁻⁻1 T⁻⁻2. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. റെഡി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഈ വേണേ നമുക്ക് അതിനെ ഇത് ശരി തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? ന്യൂട്ടണെ മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ആരാ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയല്ലേ? കിലോഗ്രാം. ഓക്കെ, ഇൻറ്റു ആംപിയർ ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അതില് കിലോഗ്രാം, അതാണ് മാസ്. ആംപിയർ ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്, റെഡിയാണ്. പിന്നെ ഈ മീറ്ററും കട്ട് ചെയ്തു, പിന്നെ (10⁻²) കണ്ട. അപ്പൊ ശരിയാണ്, പെർഫെക്റ്റ് ആണ്. നമ്മൾ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് സൂചിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിനെന്താക്കാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ന്യൂട്ടനെ വേണേൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ രൂപത്തിൽ നമുക്ക് ഒരേ യൂണിറ്റിനെ തന്നെ പല രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. സെറ്റ് അല്ലടാ? അപ്പൊ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായി. അപ്പോ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്ല. അപ്പൊ ടെസ്ല എന്ന് പറയുമ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതെനിക്ക് ബൈഹാർട്ട് ആവല് നിർബന്ധമൊന്നുമില്ല. ഇത് എനിക്കും ബൈഹാർട്ടല്ല. ഇതിനെ ബൈഹാർട്ട് ആവണം, നമുക്ക് ഇത് ബൈഹാർട്ട് ആയാൽ മതി. QEB sin θ. അപ്പൊ വിത്തിൻ നോ ടൈം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ അല്ലേ? വാ, ഇനി നോക്കൂ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക്. അതേതാണെന്നറിയോ? അതാണ് ഗോസ് എന്ന് പറയാം. ഗോസ് നോക്കൂ, എ ഫീൽഡ് ഓഫ് 1 ടെസ്ല ഈസ് വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഭയങ്കര ഹൈ വാല്യൂ ആണ്. വെരി ഓഫൻ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്മോളർ യൂണിറ്റ് കോൾഡ് ഗോസ്. അത് നമ്മൾ ഗോസ് എന്നാ വിളിക്കുക. ഗോസ് നമ്മുടെ ഗോസസിലോന്റെ ആ ഗോസ് തന്നെ ക്യാപിറ്റൽ G എന്നാണ് സിമ്പിള്. അപ്പൊ 1 ടെസ്ല എന്ന് പറഞ്ഞാൽ 10⁻⁴ ഗോസ് ആണ് കേട്ടോ. 1 ടെസ്ല ഈക്വൽ ടു 10⁻⁴ ഗോസ്. നമ്മളൊരു പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഗോസിലായിരിക്കും തരിക. അപ്പൊ ഗോസിൽ തന്നാ പേടിക്കണ്ട. 1 ടെസ്ല പറഞ്ഞാൽ 10⁻⁴ ഗോസ് ആണ്. അല്ലെങ്കിൽ 1 ഗോസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ടെസ്ല? 10⁻⁻⁴ ടെസ്ല. മനസ്സിലായല്ലോ? ഓക്കെ, 1 ഗോസ് ഈക്വൽ ടു 10⁻⁴ ടെസ്ല. അതും ഓർത്തു വെക്കാം. ഇനി എർത്തിന് ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നിങ്ങൾക്കറിയാം. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ അറൌണ്ട് 3.6 × 10⁻⁻5 ടെസ്ലയാണ്. അത് നമുക്ക് ഏകദേശം ധാരണമാണ് കേട്ടോ. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് 3.6 × 10⁻⁻5 ടെസ്ല. ഓക്കെ, സെറ്റ്. റെഡി. ഇനിയാണ് ലോറൻസ് ഫോഴ്സ് വരുന്നത്. ലോറൻസ് ഫോഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ F = QVB sin θ എന്നുള്ള ഇക്വേഷൻ യഥാർത്ഥത്തിൽ ലോറൻസ് ഫോഴ്സ് ആണോ? അല്ല. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കാം. എന്നാൽ ലോറൻസ് ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഒരു റീജിയനിൽ വെക്കുന്നു. ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡും വേണം, മാഗ്നറ്റിക് ഫീൽഡും വേണം. ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ when placed in a region where both electric and magnetic field exist. ആ ഫോഴ്സിന്റെ പേരാണെന്ത്? ലോറൻസ് ഫോഴ്സ്. അതാണ് ലോറൻസ് ഫോഴ്സ്. നോക്കൂ, the total force experienced by a charged particle moving in a region where both electric and magnetic fields are present is called Lorentz force. അതിന്റെ പേരാണ് ലോറൻസ് ഫോഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് F ഇലക്ട്രിക് പ്ലസ് F മാഗ്നറ്റിക്, ദാറ്റ് ഈസ് ഈക്വൽ ടു QE പ്ലസ്
ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. മക്കളെ ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വേണം നിങ്ങൾക്ക് ആരെ പുറത്തെടുക്കാം? ഈനെ ക്യൂവിനെ പുറത്തെടുക്കാം. അപ്പോൾ വെക്റ്റർ ഇ പ്ലസ് വി ക്രോസ് ബി, വി ക്രോസ് ബി. യെസ്, this is Lorentz force. This is Lorentz force. The total force experienced by a charged particle when placed in a region where both electric and magnetic fields exist. അതിനാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ലോറൻസ് ഫോഴ്സ്. യെസ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏതാണ്? എഫ് ഫിസിക്കലി ക്യൂ ഇ. മാഗ്നറ്റിക് ഫോഴ്സ് എഫ് എം എന്നോ എഫ് ബി എന്നോ ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ Lorentz force. This is the Lorentz force. F is equal to Q into E plus V cross B. Okay, പഠിക്കണേ? വാ. Now, magnetic force on a current carrying conductor. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഇതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുക. അതായിരുന്നല്ലോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആസ് ഇറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ആ കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ മുകളിൽ ആ ഫീൽഡ് ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഫോഴ്സ്? നോക്കൂ, ആ ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ എന്താ സംഭവം? എന്താ? കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നോക്കൂ, ആ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ഇതാണ് ഇക്വേഷൻ. ഐ എൽ ബി സൈൻ തീറ്റ, എഫ് ഈസ് ഈക്വൽ ഐ എൽ ബി സൈൻ തീറ്റ. അതെന്താ സംഭവം? അപ്പൊ തീറ്റ ആരടാ? അപ്പൊ തീറ്റ എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡും ഈ ലെങ്ത്തും തമ്മിലുള്ള, അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിനെ ലെങ്ത് ആയിട്ടല്ല, ഐ വെക്ടർ എൽ എന്നാ. ഇതിന്റെ വെക്ടർ ഫോം എന്താ അറിയോ? ഈ ഇക്വേഷന്റെ വെക്ടർ ഫോം വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഐ വെക്ടർ എൽ ക്രോസ് ബി എന്നാണ്. ശരിക്കും ഇതിന്റെ പേര് കറന്റ് എലിമെന്റ് വെക്ടർ എന്നാ. കറന്റ് എലിമെന്റ് വെക്ടർ. ഓക്കെ, എന്ന് വെച്ചാല് ഈ എൽ സാധാരണ ലെങ്ത് എന്തല്ല, അതിന് മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, അതിന് ഡിറക്ഷൻ ഇല്ല. എന്നാൽ ഐ വെക്ടർ എൽ ഇതിന്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറന്റ് എങ്ങോട്ടാണോ ഉള്ളത് അതാണ് ഡിറക്ഷൻ. മനസ്സിലായോ? കറന്റ് എങ്ങോട്ടാണോ ഉള്ളത് അതാണ് ഡിറക്ഷൻ. അപ്പൊ വെക്ടർ എൽ, അപ്പൊ അതിന് ഡിറക്ഷൻ ഉണ്ട്. അതിന്റെ ഡിറക്ഷൻ എന്താണ്? അതിലൂടെ കറന്റ് എങ്ങോട്ടാണോ ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ. ബട്ട് കറന്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മറക്കരുത്, അത് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. കറന്റ് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അത് വെക്ടർ അഡീഷനോ വെക്ടർ ലോസ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. അത് സ്കേലാർ അഡീഷന്റെ ലോസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ വാ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ. ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രെയിറ്റ് ലെങ്ത് ആണ് കേട്ടോ. ഇനി അതല്ല, നമ്മുടെ ലെങ്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ കണ്ടക്ടർ നോക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. യെസ്, അപ്പൊ ഇതിലൂടെയാണ് കറണ്ട് പോകുന്നത്. ഇതിലൂടെയാണ് കറണ്ട് പോകുന്നത്. മക്കൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും അഥവാ ചോദിക്കുകയാണെങ്കിൽ, സാധാരണ എൻട്രൻസിനൊക്കെ ആണെങ്കിലൊക്കെ കാണാം. ഇങ്ങനത്തെ ഒരു കണ്ടക്ടറിനാണ് വെച്ചതെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഇതാണ്. ഇതിന്റെ ലെങ്ത് L1 ഇതിന്റെ ലെങ്ത് L2 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ L എന്ന് പറഞ്ഞത് ഇതാണ്. ആ ഐ വെക്ടർ എൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താ? ഐ വെക്ടർ എൽ ഇത് വെക്ടറാണ്. അപ്പൊ നോക്കൂ, ഈ വെക്ടറിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് നമ്മൾ ഈ വരച്ചത്. അപ്പൊ ഈ വൈറ്റ് ആണ് ഇവിടുത്തെ ഐ വെക്ടർ എൽ. ശരിക്കും നമ്മുടെ കണ്ടക്ടറിന്റെ ജിയോമെട്രി അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ നോക്കൂ, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇതൊന്നും അല്ല. അപ്പൊ ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മക്കളെ സപ്പോസ് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സെമി സർക്കുലർ ആയിട്ടാണ് ക്വസ്റ്റിൽ തന്നത്. ഇതിന്റെ കറന്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ലെങ്ത് നോക്കൂ, പൈ ആർ ആണെന്ന് വിചാരിക്കുക. പൈ ആർ, കാരണം റേഡിയസ് 6 ആണെങ്കിൽ ഇത് പൈ ആർ അല്ലേ? ദിസ് ഈസ് പൈ ആർ, കാരണം ഫുൾ സർക്കിൾ 2 പൈ ആർ ആണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ നോക്കൂ, നിങ്ങളുടെ ഐ വെക്ടർ എൽ എന്ന് പറയുന്നത് അത് ഇതായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഐ വെക്ടർ എൽ. ഐ വെക്ടർ എൽ. അപ്പൊ അതെത്ര? ഐ വെക്ടർ എൽ. അപ്പൊ ഇതിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. മാത്രല്ല ഇതിന്റെ ഈ ലെങ്ത് എത്ര? ഐ ഇൻറ്റു 2r ആണത്. ഐ ഇൻറ്റു 2r. അപ്പൊ ആ 2r എന്നുള്ള ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. 2r എന്നുള്ള മാഗ്നിറ്റ്യൂഡ് ആണ്. ഡിറക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ഡിറക്ഷൻ. ഇങ്ങോട്ട് എ ടു ബി. എ ടു ബി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇതിൽ ഡിറക്ഷൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഐ വെക്ടർ എൽ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. ഓക്കെ, ഇതാണ് വെക്ടർ ഫോം. ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഐ ഇൻറ്റു 2r. കാരണം ഇത് സെന്റർ, ഇത് റേഡിയസ് ആർ, ഇത് റേഡിയസ് ആർ. ദിസ് ഈസ് ആർ, ദിസ് ഈസ് ആർ. അങ്ങനെയാണ് 2r എന്ന് പറഞ്ഞത്.
മനസ്സിലായോ? ഓക്കെ, വാ അപ്പൊ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാം. അപ്പൊ എഫ് ഇസിക്കൽ ടു ILB സൈൻ തീറ്റ, വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് കറന്റ്. ഞാൻ പറഞ്ഞു തന്നു. ഇനി തീറ്റ ഇവിടെ നോക്കൂ, സൈൻ തീറ്റയാണ്. സൈൻ 0യും സൈൻ 180 എന്താണ്? 0. അപ്പൊ നോക്കൂ, തീറ്റ 0 ആവുക, സൈൻ 180 അല്ലെങ്കിൽ സൈൻ 0 അത് 0 ആണ്. അപ്പൊ അതുകൊണ്ട് എഫ് ഇസിക്കൽ ടു ILB സൈൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അപ്പൊ കറന്റ് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വച്ചു എന്നതുകൊണ്ട് എന്തുണ്ടാവണമെന്നില്ല, ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെന്നില്ല. പകരം നോക്കൂ, ഇതെന്താ അതിന്റെ മീനിങ് എന്താ? ഇഫ് ദ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് അലൈൻഡ് പാരലൽ ഓർ ആന്റി പാരലൽ ടു ദ ഫീൽഡ്, ഫീൽഡിന് പാരലൽ ആവുക അല്ലെങ്കിൽ ആന്റി പാരലൽ ആവുക, ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലാവുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവുക, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തില്ലടാ? അവിടെ ഫോഴ്സ് ഇല്ല. ഫോഴ്സ്, ദാറ്റ്സ് an important point. A current carrying conductor placed parallel to the direction of the magnetic field does not experience any force. ഓക്കെ, അപ്പൊ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരേ ഡിറക്ഷൻ, ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതിനെ രണ്ടിനും കൂടെ ഒരുമിച്ച് വിളിക്കാൻ നമ്മൾ ഏത് ടേം തന്നെ യൂസ് ചെയ്യാം? പാരലൽ എന്നാ യൂസ് ചെയ്യാം. അതാണ് അവിടെ കണ്ടക്ടർ പാരലൽ ആവുക. കാരണം രണ്ട്, അപ്പൊ ഡിറക്ഷൻ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും രണ്ടായാലും കുഴപ്പമില്ല, പാരലൽ ആവുക. പാരലൽ ആവുന്ന സമയത്ത് രണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഫോഴ്സ് 0 ആയിരിക്കും. ഫോഴ്സ് വിൽ ബി 0. സിമ്പിൾ കാര്യം. അതിലൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി തീറ്റ 180 ആവുന്ന കേസ്, 90 ആവുന്ന കേസ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആവുക. ഒബ്വിയസ്ലി സൈൻ 90 1 ആണ്, അതാണല്ലോ മാക്സിമം വാല്യൂ. അപ്പോൾ ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? മാക്സിമം ഫോഴ്സ് കിട്ടുക. ദ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് വെൻ ദ കണ്ടക്ടർ ഈസ് അലൈൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. അപ്പൊ ആ കാര്യവും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതിന് വേറെ ഒന്നും പഠിക്കേണ്ടതില്ല, നമ്മുടെ ആ ഇക്വേഷനിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യമാണത് അല്ലെ. അതിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ആ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, യെസ്. ഇനി ഇവിടെ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്, അതിന് വീണ്ടും നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, നേരത്തെ പറഞ്ഞ അതേ സാധനം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇവിടെ നോക്കൂ, കറക്റ്റ് 4 ഫിംഗർ ഫീൽഡ്, സെൻട്രൽ ഫിംഗർ കറന്റ്, ദെൻ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. സെറ്റ് ആണല്ലോ? നേരത്തെ സെയിം സാധനം തന്നെ. അവിടെ നമ്മൾ കറന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? വെലോസിറ്റി എന്നാ. കാരണം കറന്റ് ഉണ്ടാവില്ല, പോസിറ്റീവ് ചാർജ് പോണ ഡിറക്ഷനിലാണ്. അപ്പൊ അത് വെലോസിറ്റിന്റെ ഡിറക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തു. ഇവിടെ എക്സാക്ട്ലി സെയിം. 4 ഫിംഗർ ഫീൽഡ്, സെൻട്രൽ ഫിംഗർ കറന്റ്, ദെൻ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസുകൾ നമ്മളോട് ചോദിക്കും. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ പറഞ്ഞത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതൊക്കെ ഓരോ രൂപത്തിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ആ പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചത്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രോബ്ലവും ഇവിടെ നമുക്ക് ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും എന്നുള്ളത് മക്കൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നോക്കുന്നത് എന്താ? എ പ്രോട്ടോൺ എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി 2.5 ടെസ്ല വിത്ത് വെലോസിറ്റി ഇത്ര അറ്റ് എൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഫീൽഡ്, ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടെത്താൻ. അപ്പോൾ സിമ്പിൾ, എഫ് ഇസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ ആണ് ചാർജ് അല്ലേ. പ്രോട്ടോണിന്റെ ചാർജ് എത്ര? 1.6 × 10⁻⁻⁹ കൂളോംബ്. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ദെൻ വെലോസിറ്റിയോ 1.5 × 10⁻⁷ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 2.5 എന്ന് വെച്ചാൽ 5/2. ഓക്കെ, ദെൻ എന്താണ്? സൈൻ തീറ്റ. ആംഗിൾ എത്ര പറഞ്ഞത്? 30 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ 30. സെറ്റ് അല്ലടാ? സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് വേഗം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോ ഇവിടെ എന്താ കിട്ടുക? 3/2, 5/2, 1/2. ഓക്കെ, നോക്കൂ. അപ്പൊ 1.6 ഇൻറ്റു ഇതെത്ര? ഇത് 3/2 ആണ്. മറ്റെത്ര? 5/2 ആണ്. ദെൻ ഇത് 1/2 ആണ്. ഓക്കെ, റെഡി അല്ലേ? റെഡി. അപ്പോ ഒരു 2 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ 1.6 എന്താവും? 0.8 ആവും. അപ്പൊ 0.8 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 1/4. റെഡി? ആ 1/4 കാരണം ഒരു 2 കട്ട് ചെയ്തു. അപ്പൊ ഇനി ഈ 4ഉം ഈ 8ഉം കട്ട് ചെയ്തു. 0.8, 8ൽ എത്ര 4 ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇതിൽ എത്ര ഉണ്ടാകുക? 0.2. കണ്ടോ? 0.2. അപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, 2 × 5 എത്ര? 10. പക്ഷെ അത് 0.2 ആണ്. അപ്പൊ എത്ര ഉണ്ടാവുക?
അപ്പൊ 10 ഉണ്ടാവില്ല, 1.0 ആണ്. അപ്പൊ 1 into 3 എത്ര? അപ്പൊ നമ്മുടെ ആൻസർ 3 എന്ന് കിട്ടും അല്ലേ? കാൽക്കുലേഷൻ ഒക്കെ ഓക്കെ അല്ലേ? ഒന്ന് ചെക്ക് ചെയ്താളാ, ചെക്ക് ചെയ്യൂ. കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? തെറ്റില്ലല്ലോ? യെസ്. നൗ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ നമ്മൾ സംസാരിച്ചത് ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ ലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഫോഴ്സ് മാത്രമല്ല, ആ ഫോഴ്സ് കാരണം ഇതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ ആ മോഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണോ മൂവ് ചെയ്യുക, സർക്കുലർ പാത്തിലാണോ, വേറെ എന്തെങ്കിലും പാത്തിലാണോ, അതിന്റെ ട്രജക്ടറി എന്തായിരിക്കും? ആ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ദ ചാർജഡ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വിച്ച് ഇസ് ഗിവൺ ബൈ എഫ് ഫിസിക്കലി ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. റെഡി? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ വിക്കും അതുപോലെ ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അതിലെ ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ നോക്കൂ. അവൻ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനീഷ്യൽ വെലോസിറ്റി, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. ഈ രൂപത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്ന് വിചാരിക്കും. മാഗ്നറ്റിക് ഫീൽഡ്. എന്നിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ നോക്കൂ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ഇതിലേക്ക് മൂവ് ചെയ്യുന്നു ലൈക്ക് ദിസ്. അപ്പൊ തീറ്റ 0 ആണ്, എഫ് ഫിസിക്കൽ 0 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഏത് ഡിറക്ഷനിലാണോ ഇത് വന്നത് അതേ ഡിറക്ഷനിൽ അത് തുടരും, കാരണം വേറെ ഫോഴ്സ് ഇല്ല. മനസ്സിലായോ? അപ്പൊ എന്താണോ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നത് അതേ വെലോസിറ്റിയിൽ അത് തുടർന്ന് പോകും. ദാറ്റ് മീൻസ് അപ്പൊ ഫോഴ്സ് 0 ആണ്. ദസ് പാരലൽ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എക്സർട്ട് എനി ഫോഴ്സ് ഓൺ ദ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ദ ചാർജ്ഡ് പാർട്ടിക്കിൾ will continue to move along the initial direction. അതേ ഡിറക്ഷനിൽ അത് മുന്നോട്ട് തുടർന്നു പോകും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇവിടുന്ന് ചാർജർ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ആ വെലോസിറ്റി എന്താണോ അതേ വെലോസിറ്റിയിൽ, അതായത് ഈ ഫീൽഡ് അതിലൊന്നും എക്സേർട്ട് ചെയ്യുന്നില്ല. ഫീൽഡ് അതിന്റെ വെലോസിറ്റി കൂട്ടാനോ കുറക്കാനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതേ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫീൽഡ് ഉള്ള വിവരം അറിയാത്ത പോലെ ഇയാൾ മൂവ് ചെയ്യും അലോങ് ദ സെയിം സ്ട്രൈറ്റ് ലൈൻ പാത്ത്. ഓക്കെ, അടുത്ത കേസ് നോക്കും. തീറ്റ 90 ആവുക എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആവുക. അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ തീറ്റ 90 ആണ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി ആണ്. മാക്സിമം ഫോഴ്സ് ആണ്, നിങ്ങൾക്കറിയാം. ക്യൂ വി ബി മാക്സിമം ഫോഴ്സ് ആണ്. ഇത്തരം സന്ദർഭത്തിൽ നോക്കൂ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോസ് സർക്കുലർ പാത്ത്. ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ സർക്കുലർ പാത്ത് ആണ് ഫോളോ ചെയ്യുക. അപ്പൊ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ബോഡിക്കും എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് പറഞ്ഞാൽ സെന്ററിലേക്ക് ഡിറക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ സെന്ററിലേക്ക് ഡിറക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ്. അങ്ങനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇല്ല. ആ ഫോഴ്സ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടോ? ഇല്ല. ടീച്ചറായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് ഞാനാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടോ? ഇല്ല. പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടോ? ഇല്ല. പോലീസ് ആയിട്ട് ആരെങ്കിലും ഒരാൾ, പോലീസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനത്തിന് നമ്മൾ കാണുമോ? ഇല്ല. പോലീസിന്റെ വേഷത്തിൽ ഒരാളുണ്ടാവും. അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ്, അത് അതായിട്ട് വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ്സ് നോക്കൂ, സണ്ണിന് ചുറ്റും കറങ്ങുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാ? ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സ്. ശരിയല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതുപോലെ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ്? എം വി സ്ക്വയർ ബൈ ആർ. അതായിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതാരവിടെ? ക്യൂ വി ബി. ക്യൂ വി ബി. അപ്പൊ നമുക്ക് ഒരു വി വി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആരാണ്ടാവാം? നമുക്ക് വി is equal to ക്യൂ ബി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം കൊടുക്കാം. അതുപോലെ തന്നെ ആർ is equal to എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. അപ്പൊ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് is given by എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ഓർ വെലോസിറ്റി ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം. ഈ രൂപത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ആവശ്യാനുസരണം നമ്മൾ ചിന്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടൈം പീരീഡ് ഉണ്ടാക്കാം. ടൈം പീരീഡ് എങ്ങനെ? ടൈം പീരീഡ് ടി is equal to ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. അതെത്ര? ഡിസ്റ്റൻസ് 2πr ഡിവൈഡഡ് ബൈ സ്പീഡ്. ദാറ്റ് ഈസ് 2π by v into r എന്താ? എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. വി കട്ട് ചെയ്തു. therefore t is equal to
2πm divided by QB എന്ന് നിങ്ങൾക്ക് കിട്ടും. 2πm by QB or frequency nu equal to 1 by time period ആണ്. That is equal to QB divided by 2πm. മക്കളെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് സത്യത്തിൽ ഇത്. എന്താ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നോക്കൂ, ടൈം പീരിയഡ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ നോക്കി? 2πm QB. ഇതിൽ റേഡിയസും ഇല്ല സ്പീഡും ഇല്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഏത് ചെറിയ സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനും വലിയ സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനും കൊടുക്കുന്ന ടൈം സെയിം ആണ്. മനസ്സിലായോ? കാരണം റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല സ്പീഡ് ഉണ്ടോ ഇതില്? സ്പീഡും ഇല്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ചെറുതും വലുതും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരേ ടൈമിലാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആ റേഡിയസും സ്പീഡും തമ്മിൽ ബന്ധമുണ്ട്. നോക്കൂ, ചെറിയ റേഡിയസ് ആവുമ്പോൾ ചെറിയ സ്പീഡാണ്, വലിയ റേഡിയസ് ആവുമ്പോൾ വലിയ സ്പീഡിൽ പോയിട്ടാണ് ആ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്. നോക്കൂ, ക്ലിയർലി the time period is independent of v and r. If the particle moves faster, the radius is larger. മനസ്സിലായോ? It has to move along a larger circle so that the time taken is the same. അങ്ങനെ തന്നെയാണ്. നോക്കൂ, ഫ്രീക്വൻസി അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ QB ഡിവൈഡഡ് ബൈ 2πm. ഈ ഫ്രീക്വൻസിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. QB ഡിവൈഡഡ് ബൈ 2πm ഈസ് കോൾഡ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി. അപ്പൊ ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ബോത്ത് V ആൻഡ് R. ആര്? ടൈം പീരിയഡും ഫ്രീക്വൻസിയും. അതിന്റെ പ്രസക്തി എന്താ? അപ്പൊ ചെറിയ പാത്തിലാണെങ്കിലും വലിയ സർക്കുലർ പാത്താണെങ്കിലും ടൈം പീരീഡ് സെയിമാ. ചെറിയ സ്പീഡാണെങ്കിലും വലിയ സ്പീഡാണെങ്കിലും ടൈം പീരീഡ് സെയിമാ. എങ്ങനെയാണത്? സ്പീഡ് കൂടുന്നതനുസരിച്ച് റേഡിയസ് ഓട്ടോമാറ്റിക്കലി വലുതാകും, സ്പീഡ് കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി റേഡിയസ് ചെറുതാവും. പക്ഷെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടും എടുക്കുന്നത് ഒരേ ടൈമാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കട്ടാ. അപ്പൊ അതൊക്കെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോ നമ്മൾ രണ്ട് കേസ് പറഞ്ഞു. പാരലൽ ഒന്നുകിൽ തീറ്റ 0 ആവുക അല്ലെങ്കിൽ തീറ്റ 180 ആവുക. ആ സമയത്ത് ചാർജർ പാർട്ടികൾ എങ്ങനെ മൂവ് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ, കാരണം ഫോഴ്സ് ഉണ്ടാവില്ല. ചാർജർ പാർട്ടികൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫോഴ്സ് ആയിരിക്കും. അപ്പൊ സർക്കുലർ പാത്താണ് ഫോളോ ചെയ്യുക. ഇത് നോക്കൂ, തേർഡ് കേസ്. ഇത് രണ്ടും അല്ലാത്ത കേസ്, വെൻ ദ ഇനീഷ്യൽ വെലോസിറ്റി മേക്സ് എൻ ആർബിട്രറി ആംഗിൾ വിത്ത് ദ ഫീൽഡ്. അതായത് ഒരു 0 to 90 ഇടയിലുള്ള ഒരു ആംഗിളിൽ പോവാം. ചാർജർ പാർട്ടിക്കിൾ നോക്കൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ചാർജർ പാർട്ടിക്കിൾ നോക്കൂ, സപ്പോസ് ഇങ്ങനെയാണ് ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് കരുതിക്കോളൂ. V ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. ലൈക്ക് ദിസ്. ഇതിനെ രണ്ട് കമ്പോണന്റ് ആക്കിയിട്ട് മാറ്റി. നോക്കൂ, ഈ കമ്പോണന്റ് എന്ത് ചെയ്യും? ചാർജർ പാർട്ടിക്കിളിനെ അങ്ങോട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? കാരണം ഈ പാർട്ടിക്കിൾ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഈ കമ്പോണന്റ് അങ്ങോട്ട് കൊണ്ടുപോകും. അതേപോലെ ഈ ചാർജ് പാർട്ടി, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ് ഈ കമ്പോണന്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇയാളെ ഞാൻ V പാരലൽ എന്ന് വിളിക്കുന്നു, ഇത് V പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുക. V പെർപെൻഡിക്കുലർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വെലോസിറ്റിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് V പെർപെൻഡിക്കുലർ. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാം? ഈ V പെർപെൻഡിക്കുലർ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്താ ചെയ്യുക? സർക്കുലാർ പാത്തിൽ കൊണ്ടുപോകും. നമ്മളിപ്പോ പഠിച്ചു. അതോടൊപ്പം തന്നെ V പാരലൽ എന്ത് ചെയ്യും? ആ സർക്കിളിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. ആസ് എ റിസൾട്ട് നമുക്ക് എന്താ സംഭവിക്കുക? യു ക്യാൻ എക്സ്പെക്ട് ഹെലിക്കൽ പാത്ത് ഫോർ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. എങ്ങനെയാ? പെട്ടെന്ന് നോക്കൂ. ചാർജർ പാർട്ടിക്കിൾ ഇവിടെ ഞാൻ പറഞ്ഞു, ശരിക്കും വെലോസിറ്റി നോക്കൂ, ഈ ഡിറക്ഷനാ. അപ്പൊ V പാരലൽ V പെർപെൻഡിക്കുലർ. ഈ V പെർപെൻഡിക്കുലർ ആണ് എന്തുണ്ടാക്കുന്നത്? സർക്കുലർ പാത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനെ അങ്ങോട്ട് വലിക്കുന്നതാരാ? അത് V പാരലൽ. ഓക്കെ, നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ V പാരലൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V കോസ് തീറ്റ. V പാരലൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദിസ് ആംഗിൾ ഈസ് തീറ്റ. അപ്പൊ ഇതാരാണ്? V കോസ് തീറ്റ. ഇതാരാണ്? ഇത് V സൈൻ തീറ്റ.
അപ്പോൾ വി പാരലൽ ഈസ് വി കോസ് തീറ്റ. ദ പാരലൽ കമ്പോണന്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. കാരണം ഈ വി പാരലിന്റെ പ്രത്യേകത എന്താ? അത് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലാണ്. ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ വരുമ്പോൾ ഫീൽഡ് അതിനെന്തും ചെയ്യോ? ഫീൽഡ് അതിനെ കൂട്ടുകയോ കുറക്കുകയോ ഒന്നും ചെയ്യൂല. അപ്പൊ ഈ വെലോസിറ്റി ത്രൂ ഔട്ട് വെലോസിറ്റിന്റെ വാല്യൂ എന്താണ്? അത് വി കോസ് തീറ്റയിൽ യാതൊരു മാറ്റമില്ലാതെ ആണ് അത് മുന്നോട്ട് പോവുക. എന്നാൽ വി പെർപെൻഡിക്കുലർ നോക്കൂ, ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ സർക്കുലാർ പാത്തിലേക്ക് കൊണ്ടുപോകുന്നു. യെസ്, നോക്കാം. The component V perpendicular, അത് V sin theta ആണ്. Due to this component, the charged particle experiences a force that is QVB. ആ V എന്താവും? V perpendicular ആവും. Which acts perpendicular നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് സർക്കുലാർ പാത്ത് അതുണ്ടാക്കും. അപ്പൊ ഇതിന്റെ കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് തരുന്നത്? ഹെലിക്കൽ പാത്ത് തരുന്നത്. ആ ഹെലിക്കൽ പാത്തിന്റെ റേഡിയസ്, അപ്പൊ ഹെലിക്കൽ പാത്ത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സെയിം തന്നെ, നേരത്തെ അതേ റേഡിയസ്. ആ റേഡിയസ് ഉണ്ടാക്കുമ്പോൾ എം വി ബൈ ക്യൂ ബി എന്നല്ലേ നേരത്തെ എഴുതി. ഇവിടെ വി ആരായിരിക്കും? വി പെർപെൻഡിക്കുലർ. കാരണം വി പെർപെൻഡിക്കുലർ മാത്രമാണ് സർക്കുലാർ പാത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ വി പെർപെൻഡിക്കുലർ ആരാ? വി സൈൻ തീറ്റ. പെട്ടെന്ന് മനസ്സിലാക്കി പോകാവുന്ന കാര്യം. ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ക്യൂ ബി എന്ന് നമുക്ക് കിട്ടും. ടൈം പീരീഡ്, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. പക്ഷെ ഇത് നേരത്തെ അതേ ടൈം തന്നെയാണ് വരിക. പക്ഷെ നോക്കൂ, ഇവിടെ ഒരു റൗണ്ട് തുടങ്ങിയോടത്തല്ല റൗണ്ട് അവസാനിക്കുക. അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെയാണോ അവസാനിക്കുന്നത്? അല്ല, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുക. നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 2πr ഡിവൈഡഡ് ബൈ അഗെയിൻ വി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അവിടെ വി സൈൻ തീറ്റ അവിടെ കയറി വരും. യെസ്, ഫൈനലി 2πm ബൈ ക്യൂ ബി നേരത്തെ അതേ ടൈം തന്നെയാണ് ഇപ്പോഴും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താ? തുടങ്ങിയ സ്ഥലത്തല്ല അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ലീനിയർ ഡിസ്റ്റൻസ് ആണോ അത് കവർ ചെയ്തത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച് ഓഫ് ഹെലിക്സ്. പിച്ച് ഓഫ് ഹെലിക്സ് ഓർ പിച്ച് ഓഫ് ഹെലിക്കൽ പാത്ത്. The linear distance traveled by the charged particle in the direction of the magnetic field during its path of revolution is called pitch of helical path or pitch of helix. ആ പിച്ച് ഓഫ് ഹെലിക്സ് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം എത്ര? ക്യാപിറ്റൽ ടി. ആ ക്യാപിറ്റൽ ടി കൊണ്ടാണ് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അപ്പോ ആ ഈ ഡിറക്ഷനിൽ ഉള്ള വെലോസിറ്റി ഏതാ? വി പാരലൽ. അതിനെടുത്ത ടൈം എത്ര? ടി. Therefore you can write V parallel into T. V parallel ആരാ? V cos theta into T 2πm by QB. അങ്ങനെ നമുക്ക് 2πm V cos theta divided by QB എന്ന ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? ഇതൊക്കെ ഫൈനൽ ഇക്വേഷൻ കാണുമ്പോൾ എന്തോ സാധനമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല. ആ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നത്തിങ്, വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യമാണ്. ലോറൻസ് ഫോഴ്സ് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത എന്നറിയോ? വെലോസിറ്റി സെലക്ടർ, ഒരു ബീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഡിഫറെന്റ് വെലോസിറ്റിയിലുള്ള ആൽഫ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഒരു ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ് വരുന്നത്, ഹാവിങ് ഡിഫറെന്റ് വെലോസിറ്റീസ്. അതിൽ എനിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 2 മീറ്റർ പെർ സെക്കൻഡ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉള്ള ആൽഫ പാർട്ടിക്കിൾസിനെ മാത്രം കിട്ടണം, ബാക്കിയുള്ളതൊക്കെ പോട്ടെ. അങ്ങനെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊരു റീജിയനിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു റീജിയനിൽ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ചെയ്യുക. ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നുള്ളതിനാണ് നമ്മൾ ക്രോസ്ഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ക്രോസ്ഡ് കൊണ്ട് ഉദ്ദേശം എന്താണ്? പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. രണ്ടാമത്തത് വെലോസിറ്റി ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ, ഇത് മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു റീജിയനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ആര് വരാൻ? പിന്നെ ബീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരാൻ.
എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരാൻ. അപ്പൊ രണ്ട് കണ്ടീഷനായി. ഒന്ന്, electric and magnetic field must be perpendicular to each other, and the velocity of the charged particle must be perpendicular to both electric and magnetic field. And the third point നോക്കൂ, third point അതെന്താ, അത് you need to arrange electric and magnetic field such that V should be equal to E by B. അതായത് ഏത് വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസിനെയാണോ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ് ഉള്ള പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. 2 മീറ്റർ പെർ സെക്കൻഡ് ഉള്ളതിനാണ് നിങ്ങൾക്ക് കിട്ടുകയെങ്കിൽ ഇ ബൈ ബിയുടെ റേഷ്യോ എന്താക്കി വെക്കണം, നിങ്ങൾ 2 ആക്കി വെക്കണം. എന്ന് വെച്ചാൽ എത്രയാണോ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അതിന്റെ ഡബിൾ വേണം ആര്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ. അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്കിത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എന്താ സംഭവിക്കുക നോക്ക്. അപ്പൊ 2 മീറ്റർ പെർ സെക്കൻഡ് അത്തരം ഒരു സിറ്റുവേഷനിൽ നോക്കൂ, ഇവിടെ ഡയഗ്രം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ വെലോസിറ്റി അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ, അതായത് ഈ പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല, ഫോഴ്സ് ഇല്ല. നോ ഫോഴ്സ് വിൽ ബി ദർ. അപ്പൊ എന്താ സംഭവിക്കുക, അവരെങ്ങനെയാണോ വന്നത് അതേ ഡിറക്ഷനിൽ ആ ചാർജ്ഡ് പാർട്ടികൾ മുന്നോട്ട് പോകും. ബാക്കിയുള്ള വെലോസിറ്റിയിലുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റഡ് ആയിരിക്കും. ബാക്കിയുള്ളവർ ഡിഫ്ലക്റ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ 0. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. ഇപ്പോ ഒരു ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. വളരെ ക്വിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോവാണ്. അപ്പൊ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇലക്ട്രിക് ആ റീജിയനിൽ ദർ ഷുഡ് ബി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഷുഡ് ബി ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്പർ 2, the velocity of the charged particle must be perpendicular to both electric and magnetic field. And number 3, you need to arrange electric and magnetic field in such a way that E by B should be equal to the required velocity. മനസ്സിലായല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാനിതാ ഇവിടെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ ദാറ്റ് ഈസ് വെലോസിറ്റി സെലക്ടർ. നൗ ബയോട്ട് സവാർട്ട് ലോ നിങ്ങൾക്കറിയാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആസ് വെൽ ആസ് മാഗ്നറ്റിസം ഇസ് കൺസേൺ. ഇറ്റ്സ് ലൈക്ക് കുളൂംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇറ്റ്സ് ലൈക്ക് ഓംസ് ലോ ഇൻ കറന്റ് ഇലക്ട്രിസിറ്റി. അത്രയും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് ബയോട്ട് സവാർട്ട് ലോ. നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്താണ് ബയോട്ട് സവാർട്ട് ലോ? ബയോട്ട് സവാർട്ട് ലോ നമ്മളോട് പറയുന്നത്, ഒരു കറന്റ് ക്യാരിയിങ് വയർ ഉണ്ടെങ്കിൽ നോക്കൂ, ലൈക്ക് ദിസ്. ഇത് നോക്കൂ, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഈ കറന്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഞാൻ നോക്കൂ ഒരു പർട്ടിക്കുലർ എലിമെന്റ് ഞാൻ ഇവിടെ എടുത്തു. ആ എലിമെന്റിൽ നിന്ന് നോക്കൂ, ഒരു പർട്ടിക്കുലർ എലിമെന്റ് ഞാൻ ഇവിടെ എടുത്തു, ചെറിയൊരു എലിമെന്റ്. ആ എലിമെന്റിന്റെ ലെങ്ത് ഞാൻ DL എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ അതിലൂടെ കറന്റ് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ IDL എന്ന് പറയും. അതാണ് കറന്റ് എലിമെന്റ് വെക്ടർ. ഇനി മക്കളെ, അതിൽ നിന്ന് certain ഡിസ്റ്റൻസ് അകലെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടുന്ന് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു ലൈക്ക് ദിസ്. ഇവിടെ P എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ദിസ് ഈസ് R, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് R മാർക്ക് ചെയ്ത്. അപ്പൊ അവർക്കിടയിലുള്ള ദിസ് ആംഗിൾ, ആ ആംഗിളിനെ നോക്കൂ, ദിസ് ആംഗിൾ ഈസ് തീറ്റ. എനിക്കറിയേണ്ടത് ഈ കറന്റ് എലിമെന്റ് കാരണം ഈ P എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്. ഇതാണ് നമുക്കിവിടെ ആര് പറയുന്നത്, ബയോട്ട് സവാർട്ട് ലോ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾക്കറിയാം എവരി കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ്. എടാ, ഏതൊരു കണ്ടക്ടറിലൂടെയും കറന്റ് പോകുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ എവരി കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയെങ്കിൽ ഈ ചെറിയ ഒരു കറന്റ് എലിമെന്റ് കാരണം അതിൽ നിന്ന് certain ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? ദാറ്റ് ഈസ് ബയോട്ട് സവാർട്ട് ലോ. ആ ബയോട്ട് സവാർട്ട് ലോ നമ്മളോട് പറയാണ്, നോക്കൂ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇത്തിരി മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവുക, അത് നമ്മൾ DB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് DB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ. ദാറ്റ് ഈസ് DB പ്രൊപ്പോർഷണൽ ടു I. അതിലൂടെ നോക്കൂ, ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറന്റിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടും. മാത്രമല്ല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് DL ഓഫ് ദ കറന്റ് എലിമെന്റ്. DL ന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. തീറ്റാനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. DL-ഉം R-ഉം തമ്മിലുള്ള ആംഗിൾ ആണെന്ത് തീറ്റ എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് R ഓഫ് ദ പോയിന്റ് P ഫ്രം ദ കറന്റ് എലിമെന്റ്. അപ്പൊ ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? DB പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ബൈ ഹാർട്ട് ആവണം. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ K കൊടുത്തു. ആ Kന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. നമ്മൾ μ0/4π എന്ന് നമുക്ക് കിട്ടി. μ0/4π ആര്? Kയുടെ വാല്യൂ. മക്കളെ ഫൈനലി നമ്മുടെ ഇക്വേഷൻ എന്തായപ്പോ DB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ R സ്ക്വയർ. മക്കളെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ബൈ ഹാർട്ടിൽ വേണ്ട കാര്യമാണ് കേട്ടോ. നോക്കൂ, ഈ μ0/4π വാല്യൂ എത്ര? 10⁻⁻7. 10⁻⁻7 in SI units. ഓക്കെ, μ0 ആരാണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ μ0ന്റെ വാല്യൂ എന്താ? μ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁻7 എന്നാവും. കാരണം μ0/4πയുടെ വാല്യൂ ആണ് 10⁻⁻7. അപ്പൊ μ0യുടെ വാല്യൂ 4π × 10⁻⁻7. സെറ്റ് ആണല്ലോ? സെറ്റല്ലേ? യെസ്. അപ്പൊ ആ കാര്യവും നമുക്ക് മനസ്സിലായി. അപ്പൊ DB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, നിർബന്ധമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നോക്കൂ, അതിനെ നമ്മൾ എന്താക്കി? μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ R സ്ക്വയർ ആണ്. ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു R വന്നു, ഇവിടെ R സ്ക്വയർ ഉള്ളത്, ഇവിടെ R³ ആയി. റെഡി അല്ലേ? എന്തിനാ ഇങ്ങനെ ചെയ്തത്? കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മൾ വെക്റ്റർ റിലേഷൻ വെക്റ്ററിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ വെക്റ്ററിൽ നിങ്ങൾ ബയോട്ട് സവാർട്ട് ലോ റെപ്രസെന്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ്. DB is equal to μ0/4π DL cross R divided by R³. DL cross R divided by R³ എന്ന് കിട്ടും. നോക്കൂ, അപ്പൊ DL cross R എന്താ? That is equal to μ0I/4π DL R sin theta divided by R³. അപ്പൊ ഒരാറും കട്ട് ചെയ്ത് അവിടെ R സ്ക്വയർ ആയി. അപ്പൊ നമുക്ക് പഴയ μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോ വെക്റ്റർ ഫോം പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് പറയാം DBന്റെ ഡിറക്ഷൻ എന്താ? അത് DL ക്രോസ് Rന്റെ ഡിറക്ഷൻ ആണ്. DL ക്രോസ് Rന്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? അത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ അറിയാം. റെഡി അല്ലേ? അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ DBയുടെ ഡിറക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DL ക്രോസ് R. പിന്നെ നമുക്ക് വേറെ റൂൾസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ DL ക്രോസ് R അത് എപ്പോഴും എവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. DBയുടെ ഡിറക്ഷൻ ഇറ്റ് ഈസ് അലോങ് the vector DL cross R. ഓക്കെ, ഇനി നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് സൈൻ തീറ്റയുണ്ട്. അപ്പൊ തീറ്റ 0 ആവുക അല്ലെങ്കിൽ തീറ്റ 180 ആവുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ടേം ഫുൾ എന്താവും? 0 ആയിരിക്കും. അപ്പൊ DB എന്താ? 0. അപ്പൊ എപ്പോഴും ഈ തീറ്റ 0 ആവുക തീറ്റ 180 ആവുക എന്നൊക്കെ പറഞ്ഞാൽ നോക്കിക്കോളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഞാൻ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്ത്. ഞാൻ പോയിന്റിന് ഇവിടെ എടുത്തു വിചാരിക്കുക. P എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ, അല്ലെങ്കിൽ P എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക ഇവിടെ. അതായത് എലോങ് ദ ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തീറ്റ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ തീറ്റ 180 എന്നായിരിക്കും കിട്ടുക. മനസ്സിലായോ? അപ്പൊ തീറ്റ 0 ആകുന്ന സമയത്ത് സൈൻ തീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പൊ DB is equal to 0. That means this is a very 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 important point. The magnetic field is 0 at points on the axis of the current element. മനസ്സിലായോ? ആ കറന്റ് എലിമെന്റിന്റെ ആക്സിസിൽ അത് അപ്പുറാണെങ്കിലും ഇപ്പുറാണെങ്കിലും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇപ്പോ എന്റെ കറന്റ് എലിമെന്റ് നോക്കുക ഇങ്ങനെയാന്ന് വിചാരിക്കുക. അപ്പോ ഇങ്ങനെയാണ് കണ്ടക്ടർ ഉള്ളത്. അതിന്റെ ഇവിടെ ഉള്ള ഒരു എലിമെന്റ് ആണ് ഞാൻ എടുക്കുന്നത്, ഇവിടെ ഉള്ള എലിമെന്റ്. അപ്പൊ അതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ആ ലൈനിലൂടെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടാ, ഇതാണ് ഇതിന്റെ ആക്സിസ്. അപ്പൊ മൊത്തം വയറ് വേറെയാണ്, പക്ഷെ ആ വയറിന്റെ ചെറിയൊരു പാർട്ട് ഞാൻ എടുത്തു. ആ പാർട്ടിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ആ ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെയാണെങ്കിലും ഈ ലൈനിൽ ഞാൻ വരച്ച ഡോട്ടഡ് ലൈനിൽ എവിടെയാണെങ്കിലും ശരി, അവിടെയൊക്കെ ഇയാള് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? എന്നാൽ ഈ പാർട്ട് ഇതുവരെയുള്ള പാർട്ടും ഈ പാർട്ടൊക്കെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യും.
പക്ഷെ ഈ കറന്റ് എലിമെന്റ് കാരണം ഈ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചത്. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ത്രൂ ഔട്ട് നിങ്ങൾ ഒരു എലിമെന്റ് പറയേണ്ട ആവശ്യമില്ല. ഇതിനെ മൊത്തത്തിൽ ഒരൊറ്റ എലിമെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് ആ ആക്സിസിൽ കംപ്ലീറ്റ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0. ഓക്കെ, ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. തീറ്റ 90 ആണെങ്കിൽ നിങ്ങൾക്കറിയാം, അപ്പൊ ഡി ബി മാക്സിമം. സൈൻ 90 എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പൊ സൈൻ 90 ഈസ് 1. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഡി ബിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. നോ പ്രോബ്ലം. റെഡി അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. അടുത്തതിലേക്ക് പോവാം. യെസ്, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പോയിന്റ്. നിങ്ങൾ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് മനസ്സിലാക്കാം. കാരണം എപ്സിലോൺ 0 മ്യൂ 0. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, എപ്സിലോൺ 0 മ്യൂ 0ന്റെ വാല്യൂ എന്താ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 4π മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 4π കൊടുത്ത്. കണ്ടാ? അപ്പൊ 4π വെട്ടിക്കഴിഞ്ഞാൽ എപ്സിലോൺ 0 മ്യൂ 0. 4π എപ്സിലോൺ 0ന്റെ വാല്യൂ നമുക്കറിയാം. കാരണം 1/4π എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ അത് 9 × 10⁻⁹ ആണ്. അങ്ങനെയാണെങ്കിൽ 4π എപ്സിലോൺ 0 എത്രയായിരിക്കും? 1/9 × 10⁻⁹. പിന്നെ മ്യൂ 0/4πന്റെ വാല്യൂ എത്ര? 10⁻⁻7. 10⁻⁻7. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോക്കൂ, ഇത് എത്രയാണ്? ഇത് 3 × 10⁻8 ദ ഹോൾ സ്ക്വയർ എന്ന് ഇവിടെ കൊടുത്തു. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, 10⁻⁻7 താഴേക്ക് വന്നാൽ ഇവിടെ എത്ര ഉണ്ടാവുക? ഇത് 16 ആയിട്ട് മാറി. അപ്പൊ കറക്റ്റ് ആണ്. 3 × 10⁻8ന്റെ സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ 9, 10⁻8ന്റെ സ്ക്വയർ 10⁻16. പെർഫെക്റ്റ്. ഓക്കെ, ആരാടത്? ആരായത്? അത് സി സ്ക്വയർ. കാരണം 3 × 10⁻8 എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്ത് 1/c². ഓക്കെ, നോക്കൂ, ഇനി ഫസ്റ്റും ലാസ്റ്റും ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അപ്പൊ സി ഈക്വൽ ടു റൂട്ട് ഓഫ്, വെരി 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 ഇമ്പോർട്ടന്റ്, C is equal to 1/√of എപ്സിലോൺ 0 മ്യൂ 0. ഇത് പല സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള റിലേഷൻ ആണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ റിലേഷനിലേക്ക് എത്തിയത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1/√of എപ്സിലോൺ 0 മ്യൂ 0, അതാണ് C. അതാണ് C. ഓക്കെ അല്ലേ? അപ്പൊ ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണിത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. ഈ ഡെറിവേഷൻ പറയാതെ പോകാൻ വയ്യ. കാരണം നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കേണ്ട, എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ഡെറിവേഷൻ. അപ്പൊ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് കടന്നു പോകാം. It's a very very important derivation as far as board examination is concerned. ഓക്കെ, എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടെയൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അതിലൂടെ റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ള് A to Z പഠിപ്പിക്കില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു കറന്റ് ലൂപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. കറന്റ് ലൂപ്പ്. ആ കറന്റ് ലൂപ്പ് നോക്കൂ, സ്ക്രീനിൽ നിന്ന് പുറത്തേക്കാണ്. സ്ക്രീനിൽ കിടക്കില്ല, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് കറന്റ് ലൂപ്പ്. ഓക്കെ, അപ്പൊ ഐ കറന്റ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഐ കറന്റ് ആ ലൂപ്പിന്റെ ആക്സിസിൽ നോക്കൂ, സെന്ററിൽ നിന്ന് ആക്സിസിലൂടെ R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. R ഡിസ്റ്റൻസ് അകലെ കണ്ടാ? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഈ സർക്കുലർ ലൂപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഇതൊരു കറന്റ് ലൂപ്പ്. ആ ആക്സിസിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക? ഇവിടെ ഡയമെട്രിക്കലി, മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ കണ്ടോ, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് 2 DLകളെ നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് ഡയമീറ്ററിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു DL, മറ്റേ DL. ഓക്കെ, ആ DL നോക്കൂ, ആ DL ഈ P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഡിറക്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ 3 ഡയമെൻഷനലി ആണത്. അപ്പൊ ഞാൻ ഇവിടെ എയറിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇത്തിരി പ്രയാസമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഡെറിവേഷന്റെ പെർസ്പെക്റ്റീവില് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പൊ ഇവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഡെറിവേഷൻ കാര്യത്തിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരാളുടെ കോൺട്രിബ്യൂഷൻ നോക്കൂ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇയാളുടെ കോൺട്രിബ്യൂഷൻ നോക്കൂ, നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് DB ആണ്. DB. ഓക്കെ, ആ DB കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, ഉടനെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിനെ 2 കമ്പോണന്റ് ആക്കുക. ഒരു കമ്പോണന്റ് ഇങ്ങോട്ട്, മറ്റേ കമ്പോണന്റ് ഇങ്ങോട്ട്. അതേപോലെ ഇയാളെ 2 കമ്പോണന്റ് ആക്കുക, ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്. നോക്കൂ, മാർക്ക് ദിസ് ആംഗിൾ as 5.
ഇത് ഫൈ ആണ്. ദ സെയിം ഫൈ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുക, ദ സെയിം ഫൈ. അപ്പൊ ഇതാരാ? ഇത് ഡി ബി കോസ് ഫൈ, ഇത് ഡി ബി സൈൻ ഫൈ, അഗൈൻ ഡി ബി കോസ് ഫൈ, ഡി ബി സൈൻ ഫൈ. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഡി ബി കോസ് ഫൈ രണ്ടും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ആവും. എന്നാൽ ഡി ബി സൈൻ ഫൈ രണ്ടും ഒരേ ഡിറക്ഷനിലാണ്. ദേ വിൽ ആഡ് അപ്പ്. നോക്കൂ, ആഡഡ് അപ്പ്. റെഡി അല്ലേ? ഓക്കെ, അത് മനസ്സിലായി. ഇനി ഇവിടെ ഈ രണ്ട് പോയിന്റിലുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇനി നോക്കൂ, ഇവിടെ ഞാനൊരു ഡി എൽ എടുക്കുമ്പോൾ അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഡി എൽ ഉണ്ടാവും. അവിടെയും ഡി ബി കോസ് ഫൈകൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ഡി ബി സൈൻ ഫൈകൾ ആഡ് ചെയ്യപ്പെടും. ഇവിടെ ഞാൻ എടുക്കുമ്പോൾ നോക്കൂ, ഇവിടെ എടുക്കണം. ഇവിടെ താഴോട്ട് ഡി എൽ എടുക്കുമ്പോൾ ഇവിടെ മുകളിലേക്ക് ഡി എൽ എടുക്കുക. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി ബി കോസ് ഫൈകൾ ക്യാൻസൽ ചെയ്ത് പോകും, ഡി ബി സൈൻ ഫൈകള് will be added up. ഓക്കെ, അപ്പൊ ഇഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡി ബിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഇവിടുന്ന് നോക്കൂ, ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എസ്. അത് എസ് എന്ന് മാർക്ക്. ഇത് ആർ ആണ്, ഇത് റേഡിയസ് എ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കൂ, നമുക്ക് ബയോട്ട് സവാർട്ട് ലോ വെച്ചിട്ട് ഇയാളുടെ വാല്യൂ നമുക്ക് കണ്ടെത്താം, ഡി ബിയുടെ വാല്യൂ. അപ്പൊ ഡി ബി is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എന്നാണ്, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഡി എല്ലും ഈ എസും തമ്മിലുള്ള ആംഗിൾ ആണ്. ഡി എൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, എസ് ഇങ്ങോട്ടാണ്. ഇത് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഭയങ്കര റിസ്ക് ആണ്. പക്ഷെ 3 ഡയമെൻഷനലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇത് റിങ് പോലെ. അപ്പൊ ഡി എൽ അങ്ങോട്ട്, എന്റെ ഈ ഫിംഗർ നോക്കൂ, ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ലൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പൊ കറന്റ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഏറ്റവും മുകളിലത്തെ ഡി എൽ എടുത്താൽ ആ ഡി എല്ലിന്റെ ഡിറക്ഷൻ അങ്ങോട്ട്. പിന്നെ പോയിന്റ് പി ഇവിടെയാണ്. അപ്പൊ ഇവിടുന്ന് നേരെ പിയിലേക്ക് ഇങ്ങനെ വരച്ചു നോക്ക്. അപ്പൊ അവര് തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്ന സത്യത്തിൽ എത്ര? തീറ്റ ഈക്വൽ ടു 90 ആണ്. അത് ഡയഗ്രത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കൽ ഭയങ്കര റിസ്ക് ആണ്. 90 ഡിഗ്രി അല്ലാതെ ഫൈ അല്ല. ഈ ഫൈനെ കുറിച്ചല്ല ഇവിടെ തീറ്റ എന്ന് പറഞ്ഞത്, തീറ്റ 90 തന്നെ. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ എസ് സ്ക്വയർ. ഇനി ആർക്കെങ്കിലും അതൊക്കെ നോക്കിയിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ഇത് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. പക്ഷെ ഈ ഡയഗ്രാം വരക്കാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് മാർക്കാക്കൽ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കൂടുതൽ റിസ്ക് ഒന്നും അതിന് എടുക്കേണ്ടതില്ല. അപ്പൊ നോക്ക്, ഇവിടെ ഞാൻ പറയുന്നു ഇത് സൈൻ 90 ആണ്. സൈൻ 90, അപ്പൊ തീറ്റ 91. അപ്പൊ ഐഡിയൽ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കമ്പോണന്റ് ആക്കി. ആ കമ്പോണന്റിൽ ഡി ബി കോസ് ഫൈകൾ ക്യാൻസൽ ചെയ്ത് പോകും, സൈൻ ഫൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ടോട്ടൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് കിട്ടാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ ആരെ ചെയ്യേണ്ടത്? ഞാൻ കോസ് ഫൈൻ ഒഴിവാക്കാം, ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടി. അവിടെ ടോട്ടൽ ഫീൽഡ് ഇന്റൻസിറ്റി ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ. സിമ്പിൾ. അപ്പൊ ഇനി അതിൽ സൈൻ ഫൈനെ നമ്മൾ കണ്ടെത്താൻ പോവാ. സൈൻ ഫൈ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൈൻ ഫൈനെ കണ്ടെത്താം. നോക്കൂ, സൈൻ ഓപ്പോസിറ്റ് സൈഡ് എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എസ്. ആഹാ, അപ്പൊ നോക്കൂ എത്ര ഈസി. സൈൻ ഫൈ സിഗൽ എ ബൈ എസ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ബി നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ബി സിഗൽ μ0/4π ഐഡിയൽ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എ ബൈ എസ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിൽ എസ് ക്യൂബ് ആയി അല്ലെ. ഇവിടെ 4π എസ് ക്യൂബ് പിന്നെ μ0 അത്രയും പുറത്തെടുത്തു. ഇന്റഗ്രലിന്റെ ഉള്ളിൽ പാരുള്ളൂ, ഡി എൽ മാത്രമേ ഉള്ളൂ. മക്കളെ, ആരായിരുന്നു ഡി എൽ? നമ്മുടെ ലൂപ്പിന്റെ ചെറിയൊരു കഷ്ണല്ലേ ഡി എൽ അല്ലെ. അപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ശരിക്കും എന്താ? ഈ ഡി എല്ലുകളെല്ലാം കൂടെ കൂട്ടിക്കോളീന്നാ, ആഡ് ചെയ്തോളീന്ന്. അടാ, ഈ ഡി എല്ലുകൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഈ ലൂപ്പിന്റെ മൊത്തം ലെങ്ത് അല്ലേ കിട്ടുക. ലൂപ്പിന്റെ മൊത്തം ലെങ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറഞ്ഞൂടെ, ഇറ്റ് ഈസ് 2π a. അപ്പൊ ഒറ്റയടിക്ക് നോക്കൂ, ഇന്റഗ്രൽ ഡി എല്ലിനെ നമുക്ക് 2π a എന്ന് കൊടുക്കാം. 2π a അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. μ0 ഡിവൈഡഡ് ബൈ 2s ക്യൂബ്. കഴിഞ്ഞു. ഈ എസ് എന്ന് പറയുന്നത് നമുക്കൊരു റെലവന്റ് ആയ സാധനമല്ല. നമുക്ക് റെലവന്റ് ആറാണ്.
എന്ത് ഈ ഡിസ്റ്റൻസ് ആർ ആണ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള എസ് അല്ല. അപ്പൊ എസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സിമ്പിൾ അടാ, പൈത്തഗോറസ് തിയറം പോലെ. പൈത്തഗോറസ് തിയറം എസ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അപ്പൊ എസ് ഈക്വൽ എന്താ റൂട്ട് ഓഫ് അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അതാണ് ഇവിടെ കൊടുത്തത്. എസ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ കഴിഞ്ഞു. നമ്മുടെ ആൻസർ ആയി. നമ്മുടെ ആൻസർ ആയിടാ. കഴിഞ്ഞു ഫിനിഷ്ഡ്. അപ്പൊ ബി സീക്വൽ μ0 I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into r സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇനി ഒരു ലൂപ്പിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത്. അതിന്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരുപാട് ടേൺസ് കൊടുത്തു വിചാരിക്കാം. n ലൂപ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ n ലൂപ്സ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു n കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് μ0 ni a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into r square plus a square whole raised to 3/2. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ആവണം. ഇത് ബൈ ഹാർട്ട് ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കുക. കാരണം ആ ഒന്നിന്റെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ n ലൂപ്സിന്റെ എന്നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യില്ല. ഇവിടെ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് n കൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ കേട്ടോ. സിമ്പിൾ ആണ്. ഡയഗ്രാം വരക്കാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡയഗ്രാം വരക്കാം. നിർബന്ധമായിട്ടും ഇത് എക്സാമിന് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എബവ് 90% ആണ്. എബവ് 90%. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ അത് പഠിച്ചു വെക്കണം. യെസ്, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഇനി അതിന്റെ സ്പെഷ്യൽ കേസ് നോക്കൂ. സ്പെഷ്യൽ കേസ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ബി is equal to μ0 ni a square whole divided by 2 into a square plus r square whole raised to 3/2. ഇനി നമ്മൾ പറയാണ് ലൂപ്പിന്റെ സെന്ററിൽ, നമ്മുടെ ലൂപ്പിന്റെ സെന്ററിലെ ഫീൽഡ് എത്ര നോക്കുക. സെന്ററിലാവുമ്പോ ആറിന്റെ വാല്യൂ 0. അപ്പൊ ഇയാള് 0 ആയി, ഇയാള് 0 ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കൂ ഈ 2 കട്ട് ചെയ്തു. അപ്പൊ താഴെ a ക്യൂബ് എന്നായി. ശരിയല്ലേ? a ക്യൂബ്. മുകളിൽ ഓൾറെഡി a സ്ക്വയർ ഉണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ0 ni ഡിവൈഡഡ് ബൈ 2a. μ0 ni ഡിവൈഡഡ് ബൈ 2a. വെരി 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 ഇമ്പോർട്ടന്റ്. ഒറ്റ ടേൺ ഉള്ളൂ. n ടേൺസ് ഇല്ലെങ്കിൽ n 1 ആയി. അപ്പൊ μ0 i ബൈ 2a. μ0 i ഡിവൈഡഡ് ബൈ 2a എന്ന ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇത് പിന്നെ ഏരിയ വെച്ചിട്ട് ചെയ്താണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് അല്ല. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? പൈ എ സ്ക്വയർ. ആ പൈ എ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ μ0 ni ഡിവൈഡഡ് ബൈ 2a എന്ന ഇക്വേഷൻ മതി കേട്ടോ. ദാറ്റ്സ് ഇനഫ് ഫോർ യു. ഇതെവിടെയാണ്? ഇത് n ടേൺസ് ആണെങ്കിൽ μ0 ni ഡിവൈഡ് ബൈ 2a. ഇതെവിടെ? സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ. സിംഗിൾ ലൂപ്പ് ഇല്ലെങ്കിൽ μ0 i ഡിവൈഡഡ് ബൈ 2a. where a is the radius of the loop. ഓക്കെ അല്ലേ? സെന്ററിൽ ആ ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? ഈ ലൂപ്പിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർലി ഇൻ ടു ദ ലൂപ്പ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർലി അവേ ഫ്രം ദ ലൂപ്പ് ആയിരിക്കും. അതെങ്ങനെ തീരുമാനിക്കുക? അത് കറന്റ് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ? അതാണ് ഇനി അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ള പോയിന്റ്. അതാണ് യെസ്, ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം അത്. അപ്പൊ നോക്കൂ, ഇതാണ് നമ്മുടെ കറന്റ് ലൂപ്പ് കേട്ടോ. കറന്റ് ലൂപ്പ്. ഇതിലൂടെ നോക്കൂ, കറന്റ് നോക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കറന്റ് ഈ രൂപത്തിലാണ് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ ചുറ്റിയിട്ടാണ് നോക്കുക ഈ രൂപത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. എന്നാൽ സെന്ററിൽ നോക്കുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ഇത് ഓർക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. നിങ്ങൾ ഫിംഗേഴ്സ് നോക്കൂ. ഫിംഗേഴ്സിനെ നിങ്ങൾ കറന്റിന്റെ ഡിറക്ഷനിലോട്ട് ചുരുട്ടുക ഫിംഗേഴ്സിനെ. അപ്പൊ സ്ട്രെച്ച്ഡ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓർ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. ആ പിന്നെ ലൂപ്പിന്റെ പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ ചെയ്യേണ്ടത്? Curl the fingers of your right hand in the direction of the current. Then the stretched thumb indicates the direction of magnetic field intensity at any point in the plane of the loop. Okay, that is right hand thumb rule. Adana right hand thumb rule. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സെഷൻ നോക്കൂ, നമുക്ക്
ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഈ പാർട്ട് നോക്കൂ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ കറണ്ട് നോക്കൂ, ഇത് ഏതാ ഡിറക്ഷന്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ശരിയല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ് ഇവിടെ മാർക്ക് ചെയ്ത്. എന്നാൽ അതുപോലെ തന്നെ നോക്കൂ, ഇവിടെ ഞാൻ ഇത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ, ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഫേസ് നോർത്ത് പോളായിട്ടും ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഫേസ് സൗത്ത് പോളായിട്ടും ആക്ട് ചെയ്യും. സീരീസ്. യെസ്. അപ്പൊ ഇത് അങ്ങനെ ഭയങ്കര അത്ഭുതം നോക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കൂ, നിങ്ങളുടെ ഫിംഗേഴ്സ് നിങ്ങൾ ഇവിടെ, കാരണം എന്താ നോർത്തിന്റെയും സൗത്തിന്റെയും പ്രത്യേകത എന്താ? ഒരു ബാർ മാഗ്നറ്റിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എവിടുന്ന് എവിടുക്കുണ്ടാവുക? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പുറത്തുകൂടെ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോലല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് പുറത്തുകൂടെ സൗത്തിലേക്ക് എത്തും, സൗത്തിൽ നിന്നുള്ളിൽ കൂടെ നോർത്തിലേക്ക്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പുറത്തുകൂടെ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഉള്ളിലേക്ക്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്ക്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫീൽഡ് പുറത്തേക്കാണ്. ഫീൽഡ് പുറത്തേക്ക്. എങ്ങനെ പുറത്തേക്ക് അറിയാം മക്കൾ? അങ്ങോട്ട് നോക്ക്. ഇതാണ് ലൂപ്പെങ്കിൽ പുറത്തു കൂടെ ഇങ്ങനെ ചുറ്റിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് തന്നെ. മനസ്സിലായോ? ഇവിടെ നോക്കൂ, ഇതിങ്ങനെ ലൂപ്പാണെങ്കിൽ ഇവിടുന്ന് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിച്ചതിന്റെ ഉള്ളിലൂടെ. റെഡി? അപ്പൊ ഫീൽഡ് എവിടുന്നാണോ പുറത്തേക്ക് പോകുന്നത് ആ സൈഡ് നോർത്ത് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ സൈഡ് നോക്കൂ, അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൂടെ വന്ന് പിന്നെ ഇതിന്റെ ബാക്ക് കൂടെ പിന്നെ ഉള്ളിലേക്ക് തന്നെ വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കൂ, ഇവിടെ എനിക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതേ ലൂപ്പിനെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് തോന്നുക. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ലൂപ്പിന്റെ ബാക്ക് സൈഡ് ആണ് ഈ മാർക്ക് ചെയ്തത്, അത് സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ബൈഹാർട്ട് ആക്കി വെക്കാം. ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഫേസ് നോർത്ത് പോൾ ആയിട്ടും, ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിട്ടും ആക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെ തന്നെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ? യെസ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. The plane of a circular coil is horizontal. It has 10 turns, each of radius 8 centimeter. A current of 2 ampere flows through it. The current appears to flow clockwise from the point above the coil. Ready? Find the magnitude and direction of the magnetic field at the center of the coil due to the current. മക്കളെ, ഇങ്ങനെയാണ് കോയില് നമ്മളോട് സംസാരിക്കുന്നത്. ഏകദേശം ഈ ഒരു സ്റ്റൈലിലാണ്. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? കറണ്ട് 2 ampere ഫ്ലോസ് ത്രൂ ഇറ്റ്. കറണ്ട് അപ്പിയേഴ്സ് ടു ഫ്ലോ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ. അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ യെസ്, ഇറ്റ്സ് ലൈക്ക് ദിസ്. ഈ രൂപത്തിൽ ദിസ് ഈസ് 2 ampere. 2 ampere കറണ്ട്. I is equal to 2 ampere. എന്നിട്ട് നമ്മളോട് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പൊ B is equal to μ0 Ni divided by 2a. റെഡി അല്ലേ? എന്താ μ0ന്റെ വാല്യൂ? 4 pi into 10 raised to minus 7. n 10 ആണ്, I 2 ആണ്, ഡിവൈഡഡ് ബൈ 2 times റേഡിയസ്. റേഡിയസ് എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞു? 8 centimeter. ദാറ്റ് ഈസ് 8 into 10 raised to minus 2. 8 into 10 raised to minus 2. ക്ലിയർ ആണല്ലോ? യെസ്. കട്ട് ചെയ്യാം. 2 2 കട്ട്, 8ഉം 4ഉം കട്ടു. ഇവിടെ 2, ആ 2ഉം 10ഉം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 5 ആയി. Then 10 raised to minus 2, 10 raised to minus 7 കഴിഞ്ഞാൽ പിന്നെ 10 raised to minus 5. ബാക്കി എന്താ നമുക്കുള്ളത്? The answer is 5 pi into 10 raised to minus 5 ടെസ്ല. അല്ലേ? നോക്കടാ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഡിറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കൂ, നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടുണ്ടാവുക? യെസ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വെക്ടർ ബി ഈസ് ഈക്വൽ ടു is directed perpendicularly inward. Yes. ഇത്ര ഉള്ളൂ ചെയ്യാൻ. മനസ്സിലായി? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, വാ.
ഈ നോക്കൂ, ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്കേലാർ സോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആരാ? ചാർജ് അല്ല ഉണ്ടാക്കുന്നത്. ചാർജ് എന്ത് ക്വാണ്ടിറ്റിയാ? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ക്യൂ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റി ആയ ക്യൂ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ് സ്കേലാർ അല്ല, വെക്ടർ ആണ്. ആരാണത്? ഐ വെക്ടർ ഡി എൽ, കറന്റ് എലിമെന്റ് വെക്ടർ. അപ്പൊ നോക്കൂ, സ്കേലാർ സോഴ്സ് നെയിംലി ദ ഇലക്ട്രിക് ചാർജ്. അപ്പൊ അത് ഇലക്ട്രിക് ചാർജ് ആണ് ഉണ്ടാക്കുന്നത്, ഇലക്ട്രിക് ചാർജ് ആണ്. പക്ഷേ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വെക്ടർ സോഴ്സ് ഐ വെക്ടർ ഡി എൽ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യം അത് എൻട്രൻസിനും ബോർഡിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. യെസ്. നൗ ആംപിയർ സർക്യൂട്ട് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടൈറ്റിലാണ് ആംപിയർ സർക്യൂട്ട് ലോ. എന്താ ആംപിയർ സർക്യൂട്ട് ലോ? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എനി ക്ലോസ്ഡ് പ്ലെയിൻ കർവ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറന്റ് പാസിംഗ് the area bounded by the closed curve. That is integral over a closed loop B dot dl is equal to μ0 times the total current threading through the loop. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഈ ഒരു ലൂപ്പിലൂടെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ ഇതിലൂടെ യെസ് ഇതാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഈ നോക്കൂ, ഒരു കറന്റ് ക്യാരിയിങ് വയറിന് ചുറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇത്തരം ലൂപ്പുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ആംപീരിയൻ ലൂപ്പ് നമുക്ക് ഇതൊരു എക്സാമ്പിളിലൂടെ കാണാം. ഇറ്റ്സ് എ വെരി പവർഫുൾ ലോ, ആംപിയർ സർക്യൂട്ട് ലോ. നമ്മൾ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ചാണ്. ഒരു സിമിലർലി നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനമാണ് ആംപിയർ സർക്യൂട്ട് ലോ കേട്ടോ. ഗോസസ് ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗോസസ് ലോ ഇൻ മാഗ്നറ്റ്സ് നമുക്ക് വേറെ വരാനുണ്ട്. നോക്കൂ, ഇവിടെ നോക്കൂ, ഗോസസ് ലോ എന്തായിരുന്നു? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ ഗോസസ് ലോ വേറെ വരുന്നുണ്ട്, അത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് നിങ്ങൾ വേറെ പഠിക്കുന്നുണ്ട്. അത് അടുത്ത ചാപ്റ്ററിലാണ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. ഇവിടെ നോക്കൂ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, അതായത് ഈ ലൂപ്പില് ഇന്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ അപ്പൊ ഈ പണി നമ്മൾ മൊത്തെടുക്കണം. ഈ പണി മൊത്തെടുക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞത്? μ0 കൂടി ആ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടാവേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും കൂടിയാണത്. അത് ഇതാണ്. ഇതിങ്ങനെ ഒരു ഹെഡിങ്ങിലല്ല ടെക്സ്റ്റ് ബുക്കിലുള്ളത്, മറിച്ച് ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാധനമാണത് കേട്ടോ. അപ്പൊ ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാം. നോക്കൂ, എന്താ സംഭവം? ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഔട്ട്സൈഡില് സർഫസില് ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആംപിയർ സർക്യൂട്ട് ലോ വെച്ചിട്ട് നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഒന്നും കൂടെ നോക്കൂ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത്ര തിക്നെസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ ആ തിക്നെസ് കാണിക്കാണ്. ഒരു കറന്റ് ക്യാരിയിങ് വയറാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഔട്ട്സൈഡ് പോയിന്റ്, സർഫസിലെ പോയിന്റ്, ഇൻസൈഡിൽ ഒരു പോയിന്റ്, ഇവിടെയൊക്കെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റീസ് കണ്ടെത്താൻ നമ്മൾ ആര് ഉപയോഗിക്കുന്നു? ആംപിയർ സർക്യൂട്ട് ലോ യൂസ് ചെയ്യാൻ പോവാണ്. നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ വയർ ആണ് കേട്ടോ. അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ വയർ. അപ്പൊ ഇവിടെയുള്ള ഈ ഡയഗ്രത്തിനേക്കാളും ഔട്ട്സൈഡ് വയറിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നിങ്ങൾ ഈ ഡയഗ്രാം ഫോളോ ചെയ്താൽ മതി. ഐ കറന്റ് പോകുന്നുണ്ട്, വയറിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഇവിടെ ഒരു പോയിന്റ് ഞാൻ വരച്ചു. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണണം. അങ്ങനെ കാണണമെങ്കിൽ എനിക്ക് ആംപീരിയൻ ലൂപ്പ് വേണം. ആംപീരിയൻ ലൂപ്പ് നോക്കൂ, ഞാൻ അങ്ങനെ ഒരു സർക്കുലർ ലൂപ്പ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. എന്നിട്ട് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക, നോക്കൂ, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. കാരണം ഈ വയറിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ലൂപ്പിന്റെ ഓരോ പോയിന്റും. അപ്പോൾ ഓരോ പോയിന്റിലും എന്താണോ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവുക, അതിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എല്ലാ പോയിന്റിലും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. അപ്പൊ ബി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ്. അപ്പൊ ബിനെ പുറത്തെടുത്തു. പിന്നെ ആരാളുള്ളത്? ഇന്റഗ്രൽ ഡി എൽ. മാത്രമല്ല, ഒരു സ്ട്രെയിറ്റ് വയർ ആണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും. ആ ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ തന്നെ നമ്മൾ ഡി എൽ കൊടുക്കുക. ഫീൽഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതേ ഡിറക്ഷനിൽ ഡി എൽ കൊടുത്തു കഴിഞ്ഞാൽ cos 0 എന്ന് കിട്ടുക. cos 0 1. ഓക്കെ, മനസ്സിലായി.
അപ്പൊ നിങ്ങൾക്ക് ബീനെ പുറത്താക്കി ഇന്റഗ്രൽ ഡി എൽ. ഓക്കെ, അപ്പൊ ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിന്റെ മൊത്തം ലെങ്ത് എത്രയാണ്? അപ്പൊ ഇത് ആറാണ് റേഡിയസ് എങ്കിൽ 2πr കഴിഞ്ഞു. നോക്കൂ, അപ്പോ എൽ എച്ച് എസ് നമ്മൾ സോൾവ് ചെയ്തിട്ടോ. അതായത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 2πr ആണ്. പക്ഷേ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ. ഇതാണല്ലോ ആംപിയർ സർക്യൂട്ടല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു μ0 ഐ എന്ന് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തത്. ബി ഇൻറ്റു 2πr ഈക്വൽ ടു μ0 ഐ എന്ന് കൊടുത്തു. ഇനി ബീനെ മാത്രം ഇവിടെ നിർത്തി നോക്ക്, ബാക്കിയുള്ളവരാണ്ട് കൊണ്ടുപോകുക. μ0 ഐ ബൈ 2πr. വണ്ടർഫുൾ. നോക്കൂ, ആൻസർ ആയി. യെസ്, ദിസ് ഈസ് ദ റിസൾട്ട്. അതായത് ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? μ0 i ഡിവൈഡഡ് ബൈ 2πr, വേർ b പ്രൊപ്പോർഷണൽ ടു 1/r. b പ്രൊപ്പോർഷണൽ ടു 1/r വെൻ r ഗ്രേറ്റർ ദാൻ a എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി വയർ. അപ്പൊ റേഡിയസിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പോയിന്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഔട്ട്സൈഡ് പോയിന്റ്. പിന്നെ ഡിറക്ഷൻ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. നോക്കൂ, ഇത് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ട് ആണെങ്കിൽ ഇവിടെയും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. പക്ഷെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇവിടെ ഡിഫറെന്റാ. ഹോൾഡ് ദ കണ്ടക്ടർ ഇൻ ദ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് ദ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ദ കറന്റ്, ദെൻ ദ കേളിംഗ് ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. കേളിംഗ് ഫിംഗേഴ്സ് റെപ്രസെന്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് ഔട്ട്സൈഡ് പോയിന്റ് കേട്ടോ. സർഫസിലേക്ക് കൊണ്ടുവരുമ്പോൾ സുഖം. ഈ സ്മോൾ ആർ എന്താക്കിയാൽ മതി? ക്യാപിറ്റൽ ആർ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ ആക്കിയ സർഫസിലായി, ക്യാപിറ്റൽ ആർ ആക്കിയാൽ സർഫസിലായി. ഇനി അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടോ? അത് ഇല്ല. അപ്പൊ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓൺ ദ സർഫസ്. നോക്കൂ, ഓൺ ദ സർഫസ്. സർഫസിൽ എന്താണ്? ഓൺ ദ സർഫസ് സ്മോൾ ആർ ഈക്വൽ ടു ഈക്വൽ ടു എ. Therefore, b is equal to μ0 i divided by 2πa എന്ന് കിട്ടും. ഓക്കെ, ദ മോർ ഇമ്പോർട്ടന്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇൻസൈഡിലുള്ളത് ഞാൻ ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ വയറിനെ നമുക്ക് നോക്കൂ വളരെ വലുതാക്കി കട്ടി കൂട്ടി വരച്ചതാട്ടാ. ഇത് ആ വളരെ തിന്നായിട്ടുള്ള വയറിന്റെ അതിനെ വലുതാക്കി എക്സാജറേറ്റ് ചെയ്ത് വരച്ച. അപ്പൊ ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കൂ, ഇതിന്റെ ആക്സിസിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഞാൻ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് r. അപ്പൊ ഞാൻ ആ ആറിലൂടെ ഒരു ആംപീരിയൻ ലൂപ്പ് എടുക്കുക. ആറിലൂടെ ഒരു ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, യെസ്, ആംപീരിയൻ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ നോക്കും? ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പോയിന്റുകൾക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത് അല്ലേ? ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഇവിടൊക്കെ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിലും അത് ഇവിടൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. അപ്പോ ബി ഡി എൽ കോസ് 0. നേരത്തെ അതേ ലോജിക്ക്, ബീനെ പുറത്താക്കി ഇന്റഗ്രൽ ഡി എൽ. അപ്പൊ 2πr. അപ്പൊ ഈ പാർട്ട് റെഡി, മനസ്സിലായി. ഇനി നമുക്ക് ആർ എച്ച് എസിൽ ആരുണ്ടായിരുന്നത്? μ0 ടൈംസ് ഐ എൻക്ലോസ്ഡ് ത്രൂ ദ ആംപീരിയൻ ലൂപ്പ്. ഇതാണ് വേണ്ടത്. അപ്പൊ അതിന് നോക്കൂ, ആ ഐ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ റിങ്ങിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് വേണ്ടത്. ഇതിലൂടെ മൊത്തം പാസ് ചെയ്യുന്ന കറന്റ് ആണ് ക്യാപിറ്റൽ ഐ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് പെർ യൂണിറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഈ വയറിലൂടെ ത്രൂ ഔട്ട് ദ എൻറ്റയർ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ആണ് ഐ. അപ്പൊ കറന്റ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പൊ കറന്റ് പെർ യൂണിറ്റ് ഏരിയ എത്ര? current per unit area, the current per unit area that is equal to total current divided by pi a square. ഇതാണ് ആകെ കറന്റ് ഡിവൈഡ് ബൈ ആകെ ഏരിയ, ദ ഫുൾ ഏരിയ. ഇതാണ് കറന്റ് പെർ. അപ്പൊ എനിക്ക് വേണ്ടത് ഈ ഏരിയയിലൂടെ എത്ര കറന്റ് പാസ് ചെയ്യുന്ന അതിനെന്ത് ചെയ്താൽ മതി? ഇൻറ്റു ഇതിന്റെ ഏരിയ കൊടുക്കുക. അതാണ് നമ്മുടെ ഐ എൻക്ലോസ്ഡ്. നോക്കൂ, ഐ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു കറന്റ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് ഐ ബൈ പൈ എ സ്ക്വയർ, ഇൻറ്റു ഇതിന്റെ ഏരിയ, അതാണ് പൈ ആർ സ്ക്വയർ. സെറ്റ് മനസ്സിലായോ? നോക്കൂ, കറന്റ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു പൈ ആർ സ്ക്വയർ, അത് ഇതിന്റെ ഏരിയ. അപ്പൊ നമുക്ക് നോക്കൂ, പൈ ഒക്കെ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് നേരെ മുകളിലത്തെ ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ഐ ഇംപ്ലൈസ് എന്താണ്? ബി ഇൻറ്റു 2πr. That is equal to μ0 times, yes, μ0 times current enclosed കൊടുക്കുക. And to the great astonishment, finally you will get like this.
ആൻഡ് വാട്ട് ഈസ് മോർ പെക്യൂലിയർ അബൌട്ട് ദിസ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? Oh, this is the case where magnetic field intensity is directly proportional to distance. മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന, കാരണം ഇതൊക്കെ കോൺസ്റ്റന്റാ. μ0 I 2π a² ഒക്കെ കോൺസ്റ്റന്റാ. ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങനെ അകലെങ്ങനെ കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ ഇക്വേഷൻ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എടാ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒന്ന് റിമൈൻഡഡ് ആക്കുകയാണ് കേട്ടാ. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, വാ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, മൊത്തത്തിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഗ്രാഫ് അതായത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ദ വയർ, ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് ദ വയർ, ആക്സിസ് ആർ, വൈ ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ എന്താ കിട്ടുക? സെന്ററിൽ നോക്കൂ, സെന്റർ പോയിന്റിൽ ആറിന്റെ വാല്യൂ എത്ര? 0. 0 ആയി കഴിഞ്ഞാൽ ഫീൽഡ് എന്താ? 0. അപ്പൊ സെന്ററിൽ ഫീൽഡ് 0. പിന്നെ ഫീൽഡ് കണ്ടിന്യൂസ്ലി കൂടിക്കൊണ്ടിരിക്കുന്നു. യെസ്, ബി പ്രൊപ്പോർഷണൽ ടു ആർ. ഇത് സർഫസിലെത്തി. ആർ ഈസ് ഈക്വൽ ടു സ്മോൾ എ, അവിടെ മാക്സിമം വാല്യൂ ആണ്. അവിടുത്തെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടു, μ0 I ഡിവൈഡഡ് ബൈ 2π a, where a is the radius. ഇനി അതിനുശേഷം നോക്കൂ, എങ്ങനെ ഇക്വേഷന് 1/4 ഈ രൂപത്തിൽ കിട്ടുക, ലൈക്ക് ദിസ്, ബി പ്രൊപ്പോർഷണൽ ടു 1/r, റെസിപ്രോക്കൽ ഫംഗ്ഷൻ, റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെഡി? അപ്പൊ ദിസ് ഈസ് ദ ഗ്രാഫ്. ദിസ് ഈസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ഗ്രാഫ്. എഗെയിൻ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഒരിക്കലും വിട്ടുപോകരുത്, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? യെസ്. നൗ ദ നെക്സ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളിനോയിഡ്. സോളിനോയിഡ് ആരാടാ സോളിനോയിഡ്? നോക്ക്, എ സോളിനോയിഡ് ഇസ് എ വയർ വൗണ്ട് ക്ലോസ്ലി ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. എങ്ങനെ വയർ ഇങ്ങനെ വൈൻഡ് ചെയ്ത് ഹെലിക്സ്. The wire is coated with insulating material so that although turns physically touch each other, they are electrically insulated. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ നോക്കൂ, ഒരു PVC പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പ് കൂടെ നമ്മളിങ്ങനെ വളരെ ക്ലോസ്ലി പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വയറിനെ ചുറ്റിന്ന് വിചാരിക്കാം. അപ്പൊ വയറുകൾ പരസ്പരം എന്താണ്? കോണ്ടാക്റ്റിലാണ്. പക്ഷെ അവർ ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആ. വൈ? ബിക്കോസ് ഇൻസുലേറ്റഡ് വയറാണ്. അപ്പൊ വയർ പരസ്പരം, വയറിന്റെ രണ്ട് ഭാഗം ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഫിസിക്കലി കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇൻസുലേഷൻ ഉള്ളത് കൊണ്ട് അവര് ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരു സോളിനോയിഡിന്റെ ഇൻസൈഡില് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ആണ് B = μ0 Ni. മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ്. എന്നാരാ? നമ്പർ ഓഫ് ടേൺസ് per unit area. Number of turns per unit, unit area അല്ല, unit length. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ല ഇവിടുത്തെ n കേട്ടോ. ഇവിടുത്തെ n എന്ന് പറഞ്ഞത് നോക്കൂ, n is equal to ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡ് വേറെയും ചില പ്രത്യേകത ഉണ്ട്. ഒരു ലോങ് സോളിനോയിഡിന്റെ ഇൻസൈഡിലെ ഏകദേശം മിഡിൽ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് അത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താ? കാരണം നോക്കൂ, അവിടെ ആൾമോസ്റ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ഇതിന്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചത്. അതിനെ സെന്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഡയഗ്രാം, ഇത് ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ദാറ്റ്. നോക്കൂ, ഇവിടെ ഉണ്ടോ പാരലൽ ലൈൻസ് വരച്ചാണ്. എന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ് യു ക്യാൻ എക്സ്പെക്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. സോളിനോയിഡ് ഡിറക്ഷൻ. ഓക്കെ, യെസ്, യൂണിഫോം. ആ പോയിന്റ് അവിടെ. ദ സോളിനോയിഡ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാം. അത് ഏതിലാണ്? ലോങ് സോളിനോയിഡ് ആണ് കേട്ടോ, ലോങ് സോളിനോയിഡ്. അങ്ങനെ ആ സോളിനോയിഡിന്റെ ഇൻസൈഡിലുള്ള ഫീൽഡ് ആണ് μ0 Ni. എന്നാൽ ഒരു എഡ്ജിലേക്ക് വരുമ്പോൾ അത് μ0 Ni അല്ല, ഹാഫ് μ0 Ni ആണ് എഡ്ജിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാവുക. ഒരു എഡ്ജിലേക്ക് എത്തുമ്പോൾ, ഒരു എൻഡിലേക്ക് എത്തുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താവും? അത് ഹാഫ് μ0 Ni എന്നായിരിക്കും നമുക്ക് കിട്ടുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ് 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 യെസ്. ഓക്കെ,
നൗ ദ നെക്സ്റ്റ് ടൈറ്റിൽ നെക്സ്റ്റ്. അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്കലി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യല്? ലോങ് കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആണ് ഉപയോഗിക്കുക. യെസ്, നോക്കൂ, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. രണ്ട് പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ ടൈം ബീങ് ഇവിടെ രണ്ടും ഒരേ ഡിറക്ഷനിൽ കറണ്ട് പോകുന്നതാണ് കാണിച്ചത്. ഇൻഫിനിറ്റ്ലി ലോങ് ആണ് എന്ന് വിചാരിച്ചോളൂ. ഇൻഫിനിറ്റ്ലി ലോങ്. ഓക്കെ, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ കണ്ടക്ടറിനെ മാത്രം പരിഗണിച്ചാൽ ഇയാളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1, ഇയാളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2. നോക്കൂ, ഇയാളെ മാത്രം പരിഗണിക്കൂ, ഇത് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടക്ടറിനെ കൊണ്ടുപോയി വെച്ചത്. മനസ്സിലായോ? അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നോക്കൂ, ഇയാൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും ഇനീഷ്യലി. അപ്പൊ ഇതിന്റെ ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ രണ്ടാമത്തെ ആളെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ സെക്കൻഡ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എവിടെയുള്ളത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പോൾ വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു ILB sin θ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടുന്ന, അതായത് എന്താ സംഭവിക്കുക? ഇയാളുടെ മാഗ്നറ്റിക് ഫീൽഡിലും ഇയാളുടെ മാഗ്നറ്റിക് ഫീൽഡിലുമാണുള്ളത്. അങ്ങനെ there exists a force in between. ആ ഫോഴ്സ്, that force F is equal to mu0 divided by 4 pi 2I1 I2 divided by A. ഇത് ഫോഴ്സ് അല്ല, ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത് ഞാൻ അതിനെ സ്മോൾ എഫ് എന്ന് കൊടുക്കണേ. സ്മോൾ എഫ് ഈസ് ഈക്വൽ അങ്ങനൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മളോട് ചോദിക്കാണ്, ഒരാളുടെ 10 സെന്റിമീറ്റർ ലെങ്ത്തിൽ എത്ര ഫോഴ്സ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇൻറ്റു 10 സെന്റിമീറ്റർ. കാരണം ഒരു ലെങ്ത്തിലെ യൂണിറ്റ് ലെങ്ത്തിലെ ഫോഴ്സ് ആണിത്. അപ്പൊ ഇൻറ്റു 10 സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ചെയ്ത പ്രശ്നം കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഓക്കെ, ഫോഴ്സ് പെർ യൂണിറ്റ് എ ആരാന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ കറന്റ് രണ്ടും ഒരേ ഡിറക്ഷനിലാണ് കറണ്ട് എങ്കിൽ ദേ വിൽ അട്രാക്ട്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അതെങ്ങനെ പറയാ? പാരലൽ കറന്റ്സ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ആന്റി പാരലൽ കറന്റ്സ് റിപ്പൽ ഈച്ച് അതർ. അപ്പൊ ഒരേ ഡിറക്ഷൻ പാരലൽ കറന്റ്സ് അട്രാക്ട് ഈച്ച് അതർ, ആന്റി പാരലൽ കറന്റ്സ് റിപ്പൽ ഈച്ച് അതർ. മനസ്സിലായോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണേ. വളരെ ഫാസ്റ്റ് ആയിട്ട് അതിലൂടെ നമ്മൾ പാസ് ചെയ്യാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യെസ്, അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിയേണ്ടത് എ കറന്റ് ലൂപ്പ് ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. നോക്കൂ, എ കറന്റ് ലൂപ്പ് ആക്ട്സ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഓക്കെ, അപ്പോ ഡൈപോളിന് എന്തുണ്ടാവും? ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും. മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു I വെക്ടർ എ ആണ്. അപ്പൊ കറന്റ് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു കറന്റ് ലൂപ്പിന്റെ ഒരു സൈഡ് നോർത്ത് പോളും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതർ സൈഡ് സൗത്ത് പോളും ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഒരു ഷോർട്ട് ഡൈപോൾ ആയിട്ടാണ് ഒരു കറന്റ് ലൂപ്പ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരം കറന്റ് ലൂപ്പിന് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്. ഡൈപോൾ മൂവ്മെന്റിന്റെ ഇക്വേഷൻ ആണ് അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ഇൻറ്റു വെക്ടർ എ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ ആണ്. ആ ഏരിയ വെക്ടറിന്റെ ഡിറക്ഷൻ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ആൾവേസ് ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർലി ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ നോക്കല്, കറന്റിന്റെ ഡിറക്ഷനിൽ ഫിംഗേഴ്സിനെ കേൾ ചെയ്യുക. അപ്പൊ സ്ട്രെച്ച്ഡ് തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത് നോക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. അപ്പൊ ഇത്തരം ഒരു കറന്റ് ലൂപ്പ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇതിലൊരു ടോർക്ക് എക്സെർട്ട് ചെയ്യും. ഏതുപോലെ ഇലക്ട്രിക് ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അവിടെ നമ്മൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E അല്ലെങ്കിൽ PE sin θ എന്നൊക്കെ പഠിച്ചത് മക്കൾ ഓർക്കുന്നില്ലേ? യെസ്. അതുപോലെ തന്നെ ഇവിടെയും നോക്കൂ, അത് ചെറിയ ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നത്? യെസ്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് നമുക്ക് കിട്ടി. അപ്പൊ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B.
അപ്പോൾ അവിടെ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ആരായിരുന്നു പി? ഇലക്ട്രിക് ഡൈപോൾ മൂവ്മെന്റ്, ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓർ ടോ ഇസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഇനി നോക്കൂ, ഇവിടെ ഒരു ലൂപ്പ് ആണെങ്കിലാണ് ഐ വെക്ടർ ചെയ്യുക. അങ്ങനത്തെ n ലൂപ്സ് ഉണ്ടെങ്കിലോ, n ലൂപ്സ് ഉണ്ടെങ്കിൽ n ഐ വെക്ടർ ചെയ്യുക. അപ്പൊ ദിസ് ഈസ് ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അവിടെ ടോർക്ക് ഉണ്ടാവും. അപ്പൊ അത്തരം ഒരു ലൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിന് എന്തുണ്ടാവും? റൊട്ടേഷൻ ഉണ്ടാവും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ റൊട്ടേഷൻ ഉണ്ടാക്കുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് എം ക്രോസ് ബി ഓർ എം ബി സൈൻ തീറ്റ, വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എം. സെറ്റ് അല്ലടാ? യെസ്. ഇനി ഈ ടോർക്ക്, ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നത്? മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, MCG എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ നിങ്ങൾ ലാബിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഗാൽവനോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുക? ഇലക്ട്രിക് കറന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ. ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറന്റ് മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യല്? അത് നമ്മൾ അമ്മീറ്റർ യൂസ് ചെയ്യാം. പക്ഷെ ഇത് മൈന്യൂട്ട് കറന്റിന്റെ പ്രസൻസ് പോലും ആർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഒരു ഗാൽവനോമീറ്ററിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്യൂട്ടിൽ ഒരു കറന്റിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുക. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ പേർപ്പസ് അതാണ്, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോ പിന്നെ ഒരിക്കലും നമുക്ക് ഒരു ഗാൽവനോമീറ്ററിനെ നേരിട്ട് അമ്മീറ്റർ, അപ്പൊ ചിലര് ചിന്തിക്കുന്ന പിന്നെ അമ്മീറ്റർ തന്നെ പോരെ, അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യുമല്ലോ, അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ കറണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മീറ്റർ പല റേഞ്ചിലുള്ള അമ്മീറ്റർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ 10 ആംപിയർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്റർ നമ്മൾ ഒരു മൈക്രോ ആംപിയർ കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഡിഫ്ലക്ഷൻ നമുക്ക് തീരെ കാണാൻ പറ്റില്ല. അപ്പോൾ മൈന്യൂട്ട് കറന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. ഇത് മെഷർ ചെയ്യാൻ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോ എന്താ അതിന്റെ പ്രിൻസിപ്പിൾ? ദ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ നോക്കൂ. ദ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഈസ് ദാറ്റ് എ കറന്റ് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ടോർക്ക് the magnitude of which depends on the strength of the current. Simple. കാരണം ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എൻ ഐ എ സൈൻ തീറ്റ, ദാറ്റ് ഈസ് എം ക്രോസ് ബി, എം ബി സൈൻ തീറ്റ, ബിയും കൂടെ ഉണ്ടേ. ഓക്കെ, NIAB സൈൻ തീറ്റ. അപ്പൊ കറന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും? അവിടെ ടോർക്ക് കൂടും. അപ്പോ ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന്റെ ഡയഗ്രം ഒക്കെ വരച്ച് അത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് നോർമലി കുറവാണ്. എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കി വെക്കാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. ഏതൊരു ഡിവൈസും വളരെ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? മൈന്യൂട്ട് ആയിട്ടുള്ളത് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഹൈലി സെൻസിറ്റീവ് എന്ന് പറയും അല്ലേ? ഒരാളെ ചെവി ഭയങ്കര സെൻസിറ്റീവ് പറഞ്ഞാൽ എന്താ? വളരെ പതുക്കെ പറഞ്ഞ പോലും മൂപ്പര് കേൾക്കുന്ന സമയത്താണ് നമ്മൾ അത് സെൻസിറ്റീവ് എന്ന് പറയാം. അതന്നെ. അപ്പൊ ഗാൽവനോമീറ്റർ സെറ്റ് ടു ബി സെൻസിറ്റീവ് ഇഫ് ഇറ്റ് ഷോസ് ലാർജ് സ്കെയിൽ ഡിഫ്ലക്ഷൻ ഈവൻ വെൻ എ സ്മോൾ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ് ഓർ എ സ്മോൾ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. രണ്ട് ടൈപ്പ് സെൻസിറ്റിവിറ്റി നമുക്ക് ഇവിടെ പഠിക്കണം. ഒന്നേതാ? കറന്റ് സെൻസിറ്റിവിറ്റി. എന്താ കറന്റ് സെൻസിറ്റിവിറ്റി? സിമ്പിൾ. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കറന്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എത്രയാണോ ഡിഫ്ലക്ഷൻ കാണിക്കുക, ദാറ്റ് ഈസ് കറന്റ് സെൻസിറ്റിവിറ്റി. അപ്പൊ ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് വെൻ യൂണിറ്റ് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്, ദാറ്റ് ഈസ് നോക്കൂ കറന്റ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ യെസ്, phi by I. It is phi by I which is equal to NAB divided by K. NAB galvanometer constant. Okay. Now see. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയോ? യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്ര ഡിഫ്ലക്ഷൻ ആണോ ഉണ്ടാവുക? അപ്പൊ നമുക്ക് അത് 5/V ആണ്. അപ്പൊ V എന്ന് പറഞ്ഞാൽ IR ആണ്. അപ്പൊ 5/IR. അപ്പൊ NAB ഡിവൈഡഡ് ബൈ KR. നമുക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും.
ഇത്രയും ആരാണ്, ഇത്രയും കറന്റ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ ഒരു ആർ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ NAB/K ഇൻറ്റു R. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത്രയും പാർട്ട് കറന്റ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പൊ കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് ആര്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. വോൾട്ടേജ് തിരിച്ചല്ല. ഇപ്പൊ നമ്മൾ I=V/R എന്ന് പറയും, അങ്ങനെയല്ലത്. ഇത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെ അത് വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനിയാണ് ഇതിലെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ഒരു പാർട്ട്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഭാഗമാണ് കേട്ടോ. നോക്കാം നമുക്ക്. ആദ്യം നോക്കൂ, അമ്മീറ്റർ കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, ദാറ്റ് ഈസ് അമ്മീറ്റർ. റെഡി അല്ലേ? അമ്മീറ്ററിന്റെ പ്രത്യേകത എന്താ? അമ്മീറ്റർ ആൾവേസ് കണക്റ്റഡ് ഇൻ സീരീസിലാണ് കണക്ട് ചെയ്യുക. മാത്രമല്ല എൻ ഐഡിയൽ അമ്മീറ്റർ ഈസ് അസ്യൂംഡ് ടു ബി ഹാവിംഗ് സീറോ റെസിസ്റ്റൻസ്. അതിന്റെ സീറോ റെസിസ്റ്റൻസ് ആണ് ഒരു ഐഡിയൽ അമ്മീറ്ററിന് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു അമ്മീറ്ററിനെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യില്ല എങ്ങനെ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് ഗാൽവനോമീറ്ററിന് അക്രോസിൽ ഒരു സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. എന്താ പറയാ? ഷണ്ട് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതാണ് ഞാൻ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചു. നോക്കൂ, ദിസ് ഈസ് ഗാൽവനോമീറ്റർ. അപ്പൊ ഗാൽവനോമീറ്റർ ആണ്. അപ്പൊ ആ ഗാൽവനോമീറ്ററിന് അക്രോസിൽ നോക്കൂ, നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഷണ്ട് റെസിസ്റ്റൻസ്. ഈ അറേഞ്ച്മെന്റ് ഇപ്പൊ ഒരു ഗാൽവനോമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അമ്മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ പറയാം. നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഡയഗ്രാം വേറെ വരച്ച് കാണിക്കാം. യെസ്, ജസ്റ്റ് എ സെക്കൻഡ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. യെസ്, നോക്കൂ, നമ്മുടെ ഗാൽവനോമീറ്റർ. യെസ്, ആ ഗാൽവനോമീറ്ററിന് അക്രോസില് നമ്മൾ ഒരു റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഐ കറന്റ് വന്നു കഴിഞ്ഞാൽ അതിലെ IG കറന്റ് ഇതിലൂടെ പാസ് ചെയ്യും. ബാക്കിയുള്ള I-IG ഇതിലൂടെ പോകും. എന്നിട്ട് ഇതിലൂടെ I-IG വരും. എന്നിട്ട് രണ്ടും കൂടെ IG ഇതിലൂടെ വന്ന് രണ്ടും കൂടെ വീണ്ടും I ആയിട്ട് പുറത്തു പോകും. ഈ സെറ്റപ്പ് ആണ് എന്ത്, ഒരു അമ്മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മക്കളെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെരി 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 ഇമ്പോർട്ടന്റ്, ആരാണ് IG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് പറയണം? ആരാണ് IG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ദ കറന്റ് വിത്ത് വിച്ച് ഗാൽവനോമീറ്റർ ഗീവ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അതാണ് ഏതൊരു പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുക. IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ അതിലൂടെ പാസ് ചെയ്യേണ്ട കറണ്ട്, ദാറ്റ് ഈസ് IG. ഇനി 0 to I എന്ന് പറഞ്ഞത് ദ റേഞ്ച് ആണ്. 0 മുതൽ എത്ര ആംപിയർ വരെ ഉള്ള കറന്റ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അതാണ് 0 to I. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കാരണം ഇത് രണ്ടും പാരലൽ ആവുമ്പോ എന്താ, ഞാൻ ഇവിടെ A എന്നും ഇതിനെ B എന്നും വിളിക്കുകയാണെങ്കിൽ AB-ക്ക് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓംസ് ലോ അപ്ലൈ ചെയ്യുക ഗാൽവനോമീറ്ററിന്റെ ടേമില്. അപ്പൊ IG ഇൻറ്റു ക്യാപിറ്റൽ G ദാറ്റ് ഈസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു S എന്ന് കിട്ടും. ഓംസ് ലോ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നമ്മളോട് ചോദിക്കുക ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്. അപ്പോൾ IG ഡിവൈഡഡ് ബൈ I minus IG. Ready? That is the value of shunt. S is equal to IG divided by I minus IG. Yeah, this one.
ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളോട് ചോദിക്കണം, ഹൗ വിൽ യു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു എൻ അമ്മീറ്റർ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബൈ കണക്ടിങ് എ സ്മോൾ റെസിസ്റ്റൻസ് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എൻ അമ്മീറ്റർ. എന്നിട്ട് നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കാം കേട്ടോ. വളരെ ഷോർട്ട് ബ്രീഫ് ചെയ്തിട്ട് കാര്യങ്ങൾ കാണിക്കാം. ഇതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ജി ഇസ് ദ current for which galvanometer shows full scale deflection. Yes. Now conversion of galvanometer into a voltmeter. ഇത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാം. ആ വോൾട്ട്മീറ്റർ എന്തിനാ യൂസ് ചെയ്യുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ. ഒരു ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ പ്രത്യേകത എന്താ? ഐഡിയൽ വോൾട്ട്മീറ്റർ ഈസ് അസ്യൂംഡ് ടു ഹാവ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. ഇൻഫിനിറ്റ്. Yes, in fact, an ideal voltmeter should have infinite resistance. Infinite resistance ഉണ്ടാവും. പിന്നെ എങ്ങനെ കണക്ട് ചെയ്യുക? ആൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? സീരീസിൽ. വോൾട്ട്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക? പാരലലി കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വോൾട്ട്മീറ്റർ ആക്കുന്നത് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസിൽ കണക്ട് ചെയ്ത, അതായത് ഗാൽവനോമീറ്ററിന് സീരീസിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഹൈ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോഴാണ് ഇത് എന്താവുക? ഗാൽവനോ വോൾട്ട്മീറ്റർ ആയിട്ട് മാറാം. ഓക്കെ, അപ്പൊ വോൾട്ട്മീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? ആർ പ്ലസ് ജി. ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ്. എഗെയിൻ നേരത്തെ പോലെ തന്നെ ഐ ജി എന്താണ്? ദ കറന്റ് ഫോർ വിച്ച് ദ ഗാൽവനോമീറ്റർ ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓംസ് ലോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. കാരണം വോൾട്ടേജ് ഇവിടെ ഉണ്ട്, കറന്റ് ഉണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ട്. നേരെ കൊടുക്കുക. അപ്പോൾ ഐ ജി, കറന്റ് ഐ ജി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ വി ഡിവൈഡ് ബൈ ടോട്ടൽ കഴിഞ്ഞു. അപ്പോൾ ആർ പ്ലസ് ജിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ വി ഡിവൈഡഡ് ബൈ ഐ ജി. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ജി. മക്കളെ, ഇത് ബൈ ഹാർട്ട് ആവുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് ചെയ്യാം. യെസ്, എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് 12 ohm ആൻഡ് മീറ്റർ ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറന്റ് ഓഫ് 3 milliampere. അപ്പോൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി ആണ്, 12 ohm എന്ന് ക്വസ്റ്റ്യനിൽ തന്ന്. പിന്നെ ഐ ജി ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കാനുള്ള കറന്റ് 3 milliampere ആണ്. How will you convert the meter into a voltmeter of range 0 to 18 volt? ഓക്കെ, അപ്പൊ 0 to 18 വോൾട്ട് എന്ന് പറഞ്ഞാൽ ആ വി ആണ് 18 വോൾട്ട് കേട്ടോ. വി 18 വോൾട്ട്, അതായത് മാക്സിമം റേഞ്ച്. അപ്പൊ അതാ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സീരീസിൽ കണക്ട് ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ എന്താ ഇക്വേഷൻ? ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ക്യാപിറ്റൽ ജി. R is equal to V by IG minus capital G. അപ്ലൈ ചെയ്യുക. V എത്ര? 18 divided by 3 into 10 raised to minus 3 minus 12. റെഡി അല്ലേ? 18ൽ 3 എത്ര? 6. അപ്പൊ എത്ര കിട്ടുക? 6000. 10 raised to minus 3 മേലെ പോകുമ്പോൾ 10 raised to 3. അപ്പൊ 6000 minus 12. മനസ്സിലായോ? യെസ്. അപ്പൊ എത്ര കിട്ടുക? 5988 ഓം. തീർച്ചയായിട്ടും ഇത്ര വലുതാ കിട്ടേണ്ടത്. കാരണം ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്തിട്ടാണ് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെറിയ വാല്യൂ ഇല്ല, വലിയ വാല്യൂ തന്നെയാണ് കിട്ടേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. വോൾട്ട് മീറ്റർ ആക്കുമ്പോൾ നമുക്ക് വലിയ വാല്യൂ കിട്ടേണ്ടത്. വലിയ റെസിസ്റ്റൻസ് വേണം നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ചിലപ്പോൾ ചില ആളുകൾ ഇക്വേഷനൊക്കെ മാറിയൊക്കെ അപ്ലൈ ചെയ്യുന്ന ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യേണ്ടത്. നൗ സി നോക്കൂ, ഒരു അമ്മീറ്റർ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് റെസിസ്റ്റൻസ് 15 ohm ആൻഡ് ദ മീറ്റർ ഷോസ് full scale deflection for a current of 4 milliampere. How will you convert the meter into an ammeter of range 0 to 6 ampere? Yeah, 0 to 6 ampere. അപ്പൊ ഇവിടെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ബൈ കണക്റ്റിംഗ്, അതായത് നിങ്ങൾ അവസാനം എഴുതണം കേട്ടോ. ബൈ കണക്റ്റിംഗ് 5988 ohm in series
വിത്ത് ദ ഗാൽവനോമീറ്റർ എന്ന് പറയണം. ഓക്കെ, അതുപോലെ നോക്കൂ, ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഷണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി അല്ലേ? ദാറ്റ് ഈസ് ഐ ജി എത്ര? 4 × 10⁻³ ക്യാപിറ്റൽ ജി എത്ര? 15 ഡിവൈഡഡ് ബൈ റേഞ്ച് എത്ര? 6 മൈനസ് ഐ ജി എത്രയാണ്? 4 × 10⁻³ ഓക്കെ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിൽ നമുക്ക് ഓക്കെ 4 × 15 × 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് എന്ത് എഴുതാം? 6000 - 4 × 10⁻³ മനസ്സിലായോ? ഞാൻ 6നെ 6000 ആക്കി, കാരണം 6000 × 10⁻³ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് 6 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ എത്രയാണ്? 60 4 × 15 എത്ര? 60. അപ്പൊ 60 ഡിവൈഡ് 10⁻³ കട്ട് ചെയ്തു, 10⁻³ കട്ട് ഡിവൈഡഡ് ബൈ ഇത് എത്രടാ? 60 ഡിവൈഡഡ് ബൈ 5996 എന്ന് കിട്ടും. റെഡി? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഓം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ. ഇത് ആൾമോസ്റ്റ് എത്ര ഉണ്ടാവുക? ഇത് ആൾമോസ്റ്റ് എത്ര? 6000 ആണ്. ഇത് ആൾമോസ്റ്റ് എത്രയാണ്? 6000 അല്ലേ? ഒരു 4ന്റെ കുറവല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് നോക്കൂ, ഇതെങ്ങനെ എഴുതുക? 60 ഡിവൈഡഡ് ബൈ ആൾമോസ്റ്റ് 6000 തന്നെയാണ്. അപ്പൊ ഇവിടെ 60യും 60യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവുക? 10⁻². അപ്പോ 0.01 അപ്രോക്സിമേറ്റ്ലി 0.01 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ കിട്ടാൻ പാടുള്ളൂ, കാരണം എന്താ? സ്മോൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. അതങ്ങനെയല്ലേ? അപ്പൊ അത്രയും റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്യണം. പാരലൽ ടു ദ ഗാൽവനോമീറ്റർ. ദെൻ യു മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാണ് പോയത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സേ അല്ല കേട്ടോ ഇത്. അങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം, കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പരീക്ഷ ചെയ്താൽ ഗംഭീര റിസൾട്ട് ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.